ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കാം. ഒരു ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തിയും ചൈതന്യവും നമ്മളിലേക്ക് കടന്നു വരുവാൻ ദാഹത്തോടെ നമ്മൾക്ക് ആഗ്രഹിക്കാം. ഇന്ന് ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ ഒരുങ്ങിയ ഒരുക്കത്തിനെ തുടർന്ന് നമുക്ക് ദൈവം തരുന്ന കൃപകളെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്ന ഒരു അതോറിറ്റിയുണ്ട്, ഒരു അധികാരമുണ്ട്. നമ്മൾ എത്രത്തോളം പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുന്നുവോ, ആ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുമ്പോൾ അവിടെ എംപ്റ്റി ആകുന്നിടത്ത് കർത്താവ് റീഫില്ല് ചെയ്യും അവൻ്റെ അധികാരത്തെ. നിങ്ങൾ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കണമെന്ന് ഇന്നലെ പറഞ്ഞു. പാപത്തെ വെറുക്കുക മാത്രമല്ല, വെറുത്ത് ഉപേക്ഷിക്കുമ്പോൾ അവിടെ ഒന്നുമില്ലാത്ത ഒരു വേര് പോലും താഴേക്ക് ഇറങ്ങാത്ത ഒരവസ്ഥയിൽ ആ ഒരു ഭാഗം എംപ്റ്റി ആകും. ഈശോ അവിടെ ഒരു കാലിയായ ഒരവസ്ഥ കർത്താവ് ആയിരിക്കാൻ അനുവദിക്കില്ല. മറിച്ച് കർത്താവിൻ്റെ സ്നേഹവും കരുതലും അവിടെ നമുക്ക് വേണ്ടി അവൻ ഫില്ല് ചെയ്യും, അവൻ നിറച്ചു തരും. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. നമ്മളിപ്പോൾ ഈ ഒരു പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനം 51:11 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് തന്നതിനെ തിരിച്ചു വിളിക്കാനും സാധിക്കും എന്നുള്ളത് ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവണം. ദൈവം എന്ത് എന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ, ഞാൻ പറഞ്ഞില്ല, അത് എന്നിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം തന്നതാണ്. എന്നിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിനെ ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ തിരിച്ചെടുത്താൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ആത്മസ്ഥിതി എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് നിങ്ങൾ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുമ്പോൾ ഇന്ന് 2:30 മുതൽ നമ്മൾക്ക് വിശുദ്ധ കുമ്പസാരമുണ്ട്. നിങ്ങൾ ചില പാപങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ നമുക്ക് കുമ്പസാരത്തിൻ്റെ ക്ലാസ് എടുക്കാൻ പറ്റില്ല, കാരണം ഒത്തിരി സമയം അതിന് വേണമെന്നുള്ളതുകൊണ്ടും 3 ദിവസമല്ലേ ധ്യാനമുള്ളൂ. അതുകൊണ്ട് കുമ്പസാരത്തിൻ്റെ ക്ലാസ് എടുത്താൽ ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് അതെടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് ആ കുമ്പസാരത്തിൻ്റെ ക്ലാസ് നിങ്ങളിവിടെ ക്ലാസ് കേൾക്കും. അതിൽ നിങ്ങളിൽ ഏതെങ്കിലും പാപത്തിൻ്റെ മേഖല പരിശുദ്ധാത്മാവ് ഓർമ്മ തരുന്നെങ്കിൽ ആ സമയം നിങ്ങളത് നോട്ട് ചെയ്ത് വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയുക. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് നമ്മൾ വിശുദ്ധിയോടുകൂടെ ആയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഉപേക്ഷിച്ച അതല്ലെങ്കിൽ ഇന്നലെ തിരുത്തേണ്ടത് തിരുത്തി, ഇന്നലത്തെ രാത്രിയത്തെ ഉറക്കത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒന്ന് ക്ലെൻസ് ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില ക്ലാസ്സുകൾ കേട്ട് ചില തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ കിടക്കുമ്പോൾ ആ ക്ലാസ്സുകൾ കേട്ടതിനെ ദൈവത്തിൻ്റെ മാലാഖമാർ നമ്മുടെ ചെവിട്ടിൽ ഒന്നുകൂടെ അത് കേൾപ്പിച്ച് ഒന്നുകൂടെ നമ്മളെ ഹൃദയത്തിലേക്ക് അത് അടിയുറയ്ക്കാൻ പാകത്തിന് ആ രീതിയിൽ നമ്മളെ ഒന്ന് ക്ലെൻസ് ഔട്ട് ചെയ്യും. നമ്മുടെ പാപങ്ങൾ മാലിന്യങ്ങളെല്ലാം മാറ്റി വിശുദ്ധിയിൽ നമ്മളെ ആയിരിക്കാൻ ദൈവത്തിൻ്റെ മാലാഖമാർ ഉറക്കത്തിൽ നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പ്രകാശം കാണാം ഇവിടെ. അപ്പോൾ ആ അത് ക്ലാസ് നിങ്ങളുടെ ഉള്ളിലോട്ട് കയറി എന്നുള്ളത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ക്ലിയറാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കിട്ടിയ കൃപ നിങ്ങൾ ഇന്ന് വിശുദ്ധ കുമ്പസാരത്തിലൂടെ നിങ്ങളുടെ പാപങ്ങൾ വീണ്ടും ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ കൃപ ഒന്നും കൂടെ നിങ്ങളിൽ അടിയുറക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നാളെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. എന്ന് നമ്മൾ ശ്രവിക്കുന്നത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ, 10 വരെയുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിക്കാമോ? ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളൊന്ന് വായിക്കാമോ? ഹല്ലേലൂയ. വലിയൊരു അഭിഷേകത്തിൻ്റെ അധികാരത്തിൻ്റെ വചനമാണ് ജെറമിയ 1:4 മുതൽ 10 വരെയുള്ള തിരുവചനം. വലിയൊരു അഭിഷേകത്തിൻ്റെയും അധികാരത്തിൻ്റെയും വചനം. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്ന ഏത് തിന്മയുടെ കെട്ടും യേശുവിൻ്റെ നാമത്തിൽ നമ്മൾക്ക് ബന്ധിച്ച് പുറത്താക്കാൻ പറ്റും. നമ്മളുടേത്, മറ്റുള്ളവരുടെ അല്ല, നമ്മുടേത് നമുക്ക് തന്നെ. എന്ത് തിന്മയാണെങ്കിലും നിനക്ക് സ്വയം അതിൽ നിന്ന് പുറത്തു വരുവാനും അതിനെ പുറത്താക്കാനുമുള്ള അധികാരം നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് ഒരധികാരമല്ല. ഇവിടെ പറയുന്നു, കർത്താവ് എന്നോട് അരുളി ചെയ്തു,
മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഇത് പറഞ്ഞിരിക്കുന്നത് ജെറമിയ പ്രവാചകനെ കുറിച്ചാണ് എന്ന് നമുക്കറിയാമെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ ഒന്ന് ചേർത്ത് വെച്ച് വായിക്കുക. നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ എനിക്ക് രൂപം നൽകുന്നതിന് മുൻപ് എന്നെ അറിഞ്ഞ ദൈവം, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഫോം ആകുന്നതിന് മുൻപ് ദൈവം എന്നെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ രൂപമാകുന്നതിന് മുമ്പ് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ രൂപം ധരിച്ച് പുറത്തു വന്ന് ഈ ലോകത്തിൽ 70 or 80 വർഷം ജീവിച്ച് മരിച്ചു പോകുന്ന ആ കാലയളവിൽ എനിക്കുള്ളതെല്ലാം അവൻ അതും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒന്നു മാത്രമേ ദൈവം അറിയാതെ നമ്മൾ ചെയ്യുന്നുള്ളൂ, അത് നമ്മുടെ പാപമാണ്. ദൈവം അറിയാതെ ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്വാർത്ഥതയിൽ എൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുവാൻ എൻ്റെ വ്യക്തി താല്പര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന പാപം മാത്രമാണ്. ദൈവേഷ്ടമില്ലാതെ, ദൈവമറിയാതെ, ദൈവ തിരുമനസ്സല്ലാതെ ഞാൻ ചെയ്യുന്നത്. ബാക്കി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതെല്ലാം ദൈവം പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപ്, അപ്പോൾ എനിക്ക് രൂപം നൽകാൻ ദൈവം കൊണ്ടുവന്നു വെച്ച, ദൈവം തന്ന ഈ ഭൂമിയിലുള്ള ആദ്യത്തെ ഒരു ഇരിപ്പിടം അമ്മയുടെ ഉദരം, അവിടെ എനിക്ക് രൂപം നൽകുന്നതിന് മുൻപ് എന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറയുന്ന അവസ്ഥ എനിക്ക് ആയിത്തീരുന്നതിന് മുൻപ്, അതായത് ഞാൻ ഏറ്റവും ആദ്യം ഒരു കുഞ്ഞ് കരയുന്നത് അമ്മയെന്ന് വിളിച്ചിട്ടാണ് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കുഞ്ഞ് കരയുന്ന ആ ഒരു അമ്മ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് മുൻപ്, അതായത് ഏതൊരു കുഞ്ഞിൻ്റെയും ഏറ്റവും വലിയ അതോറിറ്റി, അധികാരം അതിൻ്റെ അമ്മയ്ക്കാണ് ആ കുഞ്ഞിൻ്റെ മേലുള്ളത്. അതിനു മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ലോകത്തിലുള്ള ഒരു സൃഷ്ടിക്കും നിൻ്റെ മേൽ അധികാരം നൽകി നിന്നെ ഈ ലോകത്തിലേക്ക് വിടുന്നതിന് മുൻപ്, സഹോദരനായിട്ടോ സഹോദരിയായിട്ടോ മാതാപിതാക്കളായിട്ടോ ഏതവസ്ഥയിലാണെങ്കിലും ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ കീഴിലേക്ക് നീ വരുന്നതിന് മുൻപ് ദൈവമായ കർത്താവ് നമ്മളെ അറിഞ്ഞു എന്നുള്ളത് വചനത്തിൽ നിന്ന് സ്പഷ്ടമാണ്. ദൈവമായ കർത്താവ് നമ്മളെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ ജീവിതത്തെയും അവൻ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഴുവൻ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും അവന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ഓർത്തോ, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തെ ഓർത്തോ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ഓർത്തോ ദൈവത്തിൻ്റെ സമക്ഷം നമ്മൾ നെടുവീർപ്പെടാനോ കരയാനോ സങ്കടപ്പെടാനോ ആവശ്യമില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. കാരണം അവൻ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിന് ഞാൻ അവനെ അറിയിക്കേണ്ട ആവശ്യം എന്താ? ഓൾറെഡി അവൻ എന്നെ അറിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ എന്നെ അറിയിക്കുക, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ രോഗം ഇതാണ്, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ വീണ്ടും ദൈവത്തെ പൊട്ടനാക്കുക ചെയ്യുന്നത്. കാരണം അവൻ എന്നെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിന് എൻ്റെ കുറവുകളും എൻ്റെ നിരാശകളും എൻ്റെ ജീവിതാവസ്ഥകളും ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നെ അറിയിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, ദൈവത്തിന് കിട്ടേണ്ട ആരാധനകളെയാണ് അവിടെ സാത്താൻ ബ്ലോക്ക് ചെയ്യുന്നത്. ഈ വചനത്തിന് എതിരായ പ്രവൃത്തിയാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഞാൻ ഓരോ നിയോഗം പറഞ്ഞ് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ നിയോഗങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മുൻപ് ഈശോ അറിയുന്നെങ്കിൽ അവൻ അറിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മരണം വരെ അവൻ എന്നെ അറിഞ്ഞു. മരണത്തിന് ശേഷവും ശുദ്ധീകരണ സ്ഥലത്തും സ്വർഗത്തിലെത്തുന്നത് വരെ അവൻ എന്നെ അറിഞ്ഞിട്ടുണ്ട്, അവൻ എന്നെ അറിയാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ അറിവ് അവനുള്ളപ്പോൾ ഞാൻ എന്തിന് എൻ്റെ അവസ്ഥകളെ അവൻ്റെ മുൻപിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് എൻ്റെ ദൈവത്തിൻ്റെ വില ഞാൻ എന്തിനാ ഇടിച്ചു കാണിക്കണേ, താഴെ ഇറക്കി കാണിക്കണേ? കർത്താവായ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവൻ എന്നെ അറിഞ്ഞു എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ കർത്താവായ ദൈവം എന്നെ അറിഞ്ഞു എന്നുള്ളതാണ് ഈ ലോകത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. കാരണം എന്നെ അറിയുന്നൊരു ദൈവം എനിക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും ചെന്ന് എന്നെ അറിയിക്കാൻ നോക്കുക, എൻ്റെ അവസ്ഥകൾ അറിയിക്കാൻ നോക്കുക. ഒന്നേ നിങ്ങൾ അറിയിക്കേണ്ടതായിട്ടുള്ളൂ, നിങ്ങളുടെ പാപങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപം മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം, നിൻ്റെ രോഗങ്ങളും കഷ്ടതകളും നിരാശകളും സങ്കടങ്ങളെല്ലാം ദൈവം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം അറിയാത്തതിനെ മാത്രം അറിയിക്കുക, അത് നമ്മുടെ പാപങ്ങളാണ്. ദൈവം അറിയാത്തത് ഞാൻ ചെയ്തത്, ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ
ദൈവം ഇഷ്ടമല്ലാത്തത് ഞാൻ എന്തു ചെയ്തുവോ പ്രിയപ്പെട്ട ദൈവജനമേ, അതിൻ്റെ പാപം മാത്രമേ ഉള്ളൂ. ബാക്കി ഈ ലോകത്തിൽ ഞാൻ ചെയ്യുന്നത് മുഴുവൻ ദൈവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മളിത് ചെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ദൈവം എന്നെ അറിഞ്ഞു. അവിടെ പ്രവാചകനായ ജെറമിയായെ ദൈവം അറിഞ്ഞു. ഇവിടെ ഞാനും നിങ്ങളും മാമോദീസ വഴിയായി ഈ ഒരു പ്രവാചക ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. മാമോദീസ ജലം ശിരസിൽ വീണ് ഞാനും നിങ്ങളും ഈ ഒരു പ്രവാചക ദൗത്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കാരണം ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു, അവൻ അയക്കപ്പെടുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഇത് തന്നെ മാമോദിസ ജലം ശിരസിൽ വീണ ഞാനും നിങ്ങളും അയക്കപ്പെടുക ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിലേക്ക്. നമ്മളെ ദൈവം ഏത് മണ്ണിൽ ജനിപ്പിച്ചു എന്നുള്ളത് നോക്കുക. ഏത് മണ്ണിലാണോ നമ്മൾ ജനിച്ചു വീണത് ആ മണ്ണുമായിട്ട് ചേർന്നേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. ആ മണ്ണിലാണ് ദൈവം എൻ്റെ വേര് നാട്ടിയിരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനം, ഈ കൊച്ചു കേരളത്തിൽ കർത്താവ് നമുക്ക് ജന്മം തന്നിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തെക്കുറിച്ച് തന്നെ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വൈദികർ, ഏറ്റവും കൂടുതൽ സിസ്റ്റേഴ്സ്, ഏറ്റവും കൂടുതൽ ധ്യാന കേന്ദ്രം, ഏറ്റവും കൂടുതൽ ബലിയർപ്പിക്കുന്ന ഇടം, ഏറ്റവും കൂടുതൽ അഭിഷേക പ്രാർത്ഥനകൾ നടക്കുന്ന ഇടം, ഏറ്റവും കൂടുതൽ എന്താ പറയുക ക്രിസ്തീയമായിട്ടുള്ള മത അഭ്യാസങ്ങൾ അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ ഒത്തിരി നടക്കുന്ന, ദൈവത്തെ ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കുന്ന ഒരിടം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം നാട്. അതാണ് ഈ പറയുന്ന കൊച്ചു കേരളം എന്ന് പറയുമെങ്കിൽ നമ്മൾ അവിടെ ജനിക്കാൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്. ഈ കേരളത്തിൽ നിന്ന് ദൈവം സ്വീകരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്, അതിന് ഒരു അഭിഷേകമുണ്ട്. കാരണം ഇത്രത്തോളം പൗരോഹിത്യം ഇവിടെ ഉണ്ടെങ്കിൽ, ഇത്രത്തോളം സന്യസ്തരായ മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ, അത്രത്തോളം പേരെ സംരക്ഷിക്കാനായിട്ട് ഒരു സാധാരണ വ്യക്തി, ഞാനിപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നെ കാക്കുന്ന മാലാഖയുടെ സംരക്ഷണവും സാന്നിധ്യവും, അതേസമയം ഒരു പുരോഹിതന് വേണ്ടി ദൈവം നിയോഗിച്ചത്, ഒരു സന്യസ്തയ്ക്ക് വേണ്ടി ദൈവം നിയോഗിക്കുന്ന മാലാഖയുടെ സംരക്ഷണവും രണ്ടും രണ്ട് തലമാ. പൗരോഹിത്യത്തെ സംരക്ഷിക്കാനുള്ള മാലാഖയായിരിക്കില്ല കുടുംബജീവിതത്തെ സംരക്ഷിക്കുവാനുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം നിയോഗിക്കുന്നത്. സന്യാസത്തെ സംരക്ഷിക്കുന്ന ഒരു മാലാഖയായിരിക്കില്ല സാധാരണ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ ദൈവം നിയോഗിക്കുന്നത്. അപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ, ഇത്രത്തോളം വൈദികരുള്ള ഈ കൊച്ചു കേരളത്തിൽ, ഇത്രയും വൈദികർക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഈ ദേശത്തിന് മൊത്തം അവകാശപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ ദേശം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. കാരണം ആ മാലാഖമാരുടെ ചൈതന്യവും പ്രൊട്ടക്ഷനും നമുക്കുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ കാലാവസ്ഥ പോലെ മറ്റൊരിടത്തെ കാലാവസ്ഥ നമുക്ക് കിട്ടാൻ പറ്റില്ല. ചൂടിന് ചൂടും തണുപ്പിന് തണുപ്പും എല്ലാം ദൈവം മനുഷ്യന് താങ്ങാമാവുന്ന രീതിയിൽ ദൈവം നമുക്ക് ക്രമീകരിച്ച് നല്ലൊരവസ്ഥയിലേക്ക് ദൈവം നമുക്ക് തന്നു. ഞാൻ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷേ പ്രിയപ്പെട്ട ദൈവജനമേ, ബാക്കിയുള്ള എന്താ പറയുക സർക്കാർ ഒരുക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറയാൻ ഞാനാണല്ല. പക്ഷെ ദൈവം ഒരുക്കിയ കാര്യങ്ങളിൽ ഒന്നും കുറവില്ലാതെ നമ്മളെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് തന്നെ സാത്താൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും നമ്മുടെ കേരള കത്തോലിക്ക സഭയെ തന്നെയാണ്. ഇത് അടിച്ച് താഴെയിട്ടാൽ ലോകത്തിന് കിട്ടേണ്ടതായിട്ടുള്ള പ്രാർത്ഥനകളുടെ ഒരു വിഹിതത്തെ തടയുവാനായിട്ട് സാത്താന് സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഈ കേരള കത്തോലിക്ക സഭയെ അടിച്ച് താഴെയിട്ടാൽ ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുള്ളൊരു സ്ഥലമായത്. ഒത്തിരി മിണ്ടാമടങ്ങളിൽ സിസ്റ്റേഴ്സ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി എന്താ പറയുക മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകൾ ലോകം മുഴുവൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ കരുണ ചൊരിയപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവം തിരഞ്ഞെടുത്ത, പ്രത്യേകമാംവിധം ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണിത്. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് തന്നെ ഈ ദേശത്ത് സാത്താൻ ഏതെങ്കിലും തരത്തിൽ അവൻ്റെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഈ ദേശത്തിൻ്റെ പ്രകൃതിയെ ഈ മക്കൾക്കെതിരെ തിരിക്കാൻ സാത്താൻ്റെ പദ്ധതി ഏറ്റവും കൂടുതൽ അവൻ ഇങ്ങനെ എന്താ പറയുക ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്തും പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ ഒരു ധ്യാനത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞത് പരിശുദ്ധാത്മ അഭിഷേക ധ്യാനമായിട്ട് കർത്താവ് അനൗൺസ് ചെയ്ത ധ്യാനമാണ്. പക്ഷേ ഈ പരിശുദ്ധാത്മ അഭിഷേക ധ്യാനത്തിൽ നിന്നും ഇത് നമ്മുടെ ദേശത്തിന് കരുണയാകാൻ, ദൈവത്തിൻ്റെ കരുണ ദേശത്തിൻ്റെ മേൽ നൽകപ്പെടാനായിട്ട് ആ ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ ധ്യാനത്തെ വരവ് വെച്ചത് കർത്താവിൻ്റെ പദ്ധതി തന്നെയാണ്. കാരണം ഈ ഒരു ദേശത്ത് ഈ ഒരു അനർത്ഥം സാത്താൻ തന്നാൽ ഈ ദേശത്ത് എന്താ പറയുക വലിയൊരു ഉരുൾപൊട്ടലിലൂടെ, വലിയ വെള്ളപ്പൊക്കത്തിലൂടെ,
ജില്ലകൾ തന്നെ ഒലിച്ചു പോകുന്ന വലിയൊരു വെള്ളപ്പൊക്കം ഈ ദേശത്ത് വന്നാൽ എത്ര ദേവാലയങ്ങൾ നശിക്കും, എത്ര ധ്യാന കേന്ദ്രങ്ങൾ വിട്ടുപോകും, എത്ര പേര് മരണപ്പെടും, സാത്താൻ്റെ ആധിപത്യം കൂടത്തില്ലേ? അതുവഴി എത്ര വർഷത്തേക്ക് കിട്ടേണ്ട പ്രാർത്ഥനകളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അവന് സാധിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഈ ദേശത്ത് കർത്താവിൻ്റെ ആധിപത്യം മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ. ഈ ദേശത്ത് കർത്താവിൻ്റെ ആധിപത്യമല്ലാതെ മറ്റൊന്നും വരാൻ നമ്മൾ അനുവദിക്കരുത്. അതിനുവേണ്ടി നമ്മൾക്കൊന്നും ചെയ്യാനില്ല, നമ്മൾക്കൊരു കൊടിയും പിടിക്കാനില്ല. ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നമ്മുടെ വിരിച്ച കരങ്ങളെന്ന് പറയുന്ന കൊടിയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി അവൻ്റെ കരുണയുടെ കടലിൽ ഈ ദേശത്തെ മുക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ സാത്താൻ്റെ കടലിൽ ഈ ദേശം മുങ്ങുന്നൊരവസ്ഥയിലേക്ക് കർത്താവ് പല സന്ദേശങ്ങളിലൂടെ പലർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. നിയോഗങ്ങൾ നിങ്ങൾ വിട്ടുകളയണേ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടിയല്ല, അനേകം ദേശത്തിന് വേണ്ടിയിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ എത്രത്തോളം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയെ ദൈവം മാനിക്കും. അനേകം ദേശങ്ങൾക്ക് വേണ്ടി, ജനതകൾക്ക് വേണ്ടി സ്വന്തം നിയോഗം മറന്ന് ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കർത്താവ് മാനിക്കും. അവരുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും. അവരായിരിക്കുന്ന ദേശത്തെ കർത്താവ് ഒരുക്കും, അനുഗ്രഹിക്കും, സംരക്ഷിക്കും. കാരണം അത് ദൈവത്തിൻ്റെ മാത്രം പ്രോഡക്റ്റാണ്. ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിച്ചിറങ്ങിയ വ്യക്തികളും കുടുംബങ്ങളുമാണ്. ആ കുടുംബത്തെ സംരക്ഷിച്ചാൽ ദൈവത്തിൻ്റെ അനേകം ആത്മാക്കളെ നേടുവാനായിട്ട് ഈ കുടുംബം മതി എന്ന് ദൈവത്തിന് മനസ്സിലായാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ആ കുടുംബത്തെ ദൈവം എങ്ങനെ സംരക്ഷിക്കാതിരിക്കും? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഈ ഒരു നടുവേദനയും പല്ലുവേദനയും ജലദോഷവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരണമേ എന്ന് അപേക്ഷിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിലവാരം മാറേണ്ട സമയമായി. നമ്മുടെ പ്രാർത്ഥനയുടെ നിലവാരം ഇപ്പോഴും നടുവേദനയും പല്ലുവേദന, OET, IELTS ഇങ്ങനെയുള്ള എക്സാമിലേക്കും ഇങ്ങനെയുള്ള നിയോഗങ്ങളിലേക്കും നമ്മുടെ പ്രാർത്ഥനയുടെ നിലവാരം കുറഞ്ഞ് കർത്താവിനെ നമ്മൾ ഇത്രത്തോളം തരം താഴ്ത്തിക്കൊണ്ടിരിക്കുക. ആ നിലവാരം മാറി ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിശുദ്ധരുടെ നിലവാരത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം. കർത്താവിൻ്റെ വിശുദ്ധരെ നിങ്ങൾ എടുത്തു നോക്കിയേ. അവരാരും അവരുടെ നിലയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ അവസ്ഥകൾക്ക് വേണ്ടിയിട്ടോ അല്ല, ലോകത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടാൻ വേണ്ടി മാത്രം ജീവിച്ച വിശുദ്ധർ. ഈ വിശുദ്ധരുടെ നിലവാരത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർന്നെങ്കിൽ മാത്രമാണ് പ്രിയമുള്ള ദൈവജനമേ ദേശം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ദേശത്തിന് മേൽ കടന്നു വരാൻ സാധ്യതയുള്ള അനർത്ഥങ്ങൾ ഒഴിവാക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈ ദേശത്ത് ഇത്രത്തോളം വിളിക്കപ്പെട്ടവരുള്ള ഈ ദേശത്ത് 130-ലധികം ധ്യാനകേന്ദ്രങ്ങളുള്ള ഈ ദേശത്ത് ഒരു ധ്യാനകേന്ദ്രം ഉണ്ടെങ്കിൽ തന്നെ അവിടെ എത്ര ബലി അർപ്പിക്കപ്പെടും പ്രിയപ്പെട്ടവരെ? എത്രയോ ധ്യാനകേന്ദ്രങ്ങൾ, അത്രയും ബലി അർപ്പിക്കപ്പെടുന്ന ഈ ദേശത്തെ നശിപ്പിക്കാൻ സാത്താൻ ശ്രമിച്ചാൽ അവിടെ ആ ദേശം നശിക്കുന്നതിലല്ല, മറിച്ച് അവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളെ ബ്ലോക്ക് ചെയ്യാൻ സാത്താന് സാധിച്ചാൽ 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീതിയിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ, രാഷ്ട്രങ്ങൾ തമ്മിൽ മത്സര്യങ്ങൾ ആരംഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മറ്റു പല യുദ്ധ സന്നാഹങ്ങളും മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് കേട്ട് ഭീതിയോടെ അല്ലെങ്കിൽ ഇത് സംഭവിക്കുമോ എന്നുള്ള ഭയത്തോടെ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ വിരിച്ച കരങ്ങളാകുന്ന കൊടി പിടിക്കണം. കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, ദേശത്തെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ള വലിയൊരു പ്രാർത്ഥനയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭരമേൽപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദേശം സംരക്ഷിക്കപ്പെട്ടാൽ, സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ദേശം മാത്രമല്ല, ലോകം മുഴുവനുമാണ് സംരക്ഷിക്കപ്പെടുന്നത്. കാരണം ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥന വഴി ലോകത്തിൻ്റെ മേലുള്ള അനർത്ഥങ്ങൾ ഒഴിവായി പോകുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പല തവണ സന്ദേശം തന്നതാണ്. ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന വഴി ലോകത്ത് വരേണ്ടതായിട്ടുള്ള പല അനർത്ഥങ്ങളും ഒഴിവായി പോയിട്ടുണ്ട്. അത്രത്തോളം വിളിക്കപ്പെട്ടവരും ദൈവവിളിയുള്ളവരും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരുമുള്ള നാടാണിത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഈ ദേശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ തിരുമുൻപിൽ മുട്ടുകുത്തണം. ദേശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ തിരുമുൻപിൽ മുട്ടുകുത്തണം. ഹല്ലേലൂയ. ആ മുട്ടുകുത്തുമ്പോൾ സൃഷ്ടിച്ചവന് അതിനെ പരിപാലിക്കാനേ പറ്റൂ.
സൃഷ്ടിച്ചവന് മാത്രമേ പരിപാലിക്കാൻ പറ്റുള്ളൂ. സൃഷ്ടിയല്ലാത്തവന് ഒരിക്കലും അതിനെ പരിപാലിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഭൂമി മനുഷ്യനെതിരെ തിരിയുന്നെങ്കിൽ നോഹയുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പോവുക. നോഹയുടെ കാലഘട്ടത്തിൽ അവിടെ പറയുന്നുണ്ട്, 6 ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനിൽ നിന്ന് എൻ്റെ ചൈതന്യം, മനുഷ്യനിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിലനിൽക്കത്തില്ല, കാരണം അവൻ ജഡമാണ്, അവൻ്റെ ആയുസ് ഞാൻ 120 വർഷമായിട്ട് ചുരുക്കും. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യനിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിലനിൽക്കത്തില്ല, അത് കാരണം അവൻ ജഡമാണ്, അവൻ്റെ ആയുസ് 120 വർഷമായിട്ട് ഞാൻ ചുരുക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ, ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യരിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിലനിൽക്കില്ല. അതിനെ തുടർന്ന് ഇങ്ങോട്ട് വന്ന ജലപ്രളയവും നീതിമാനായി കണ്ട ഒരു വ്യക്തിയെ അവൻ്റെ കുടുംബത്തോടുകൂടെ ദൈവം പെട്ടകത്തിലാക്കി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലേക്ക് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ പേടകമാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിലും ഈ അമ്മ എന്ന് പറയുന്ന പേടകത്തിനകത്ത് മറഞ്ഞിരിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ഈ ഒരു അമ്മയിലൂടെ നമ്മളുടെ എല്ലാ നിയോഗങ്ങളും ദൈവസമക്ഷം സമർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലുള്ള നിലവാരം അനുസരിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വിളിക്കാനായിട്ട് സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ വഴി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത, നമ്മുടെ കുറവുകളിലും ദൈവത്തിന് മുൻപിൽ നമുക്ക് എത്താനായിട്ട് പറ്റും. അതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പരിശുദ്ധ അമ്മയെയാണ്. കർത്താവിന് കരുണയുടെ മുഖമാണെങ്കിലും ഈശോയുടെ മുമ്പിൽ എത്താനൊരു പേടി എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് അമ്മയിലൂടെ അല്ലാതെ ഈശോയുടെ മുമ്പിൽ ഞാൻ പോവാറില്ല. ഈശോയുടെ മുമ്പിൽ എത്തുമ്പോൾ ഒരു ഭയം, ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഈശോയെ പേടിയല്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പാപിയാണല്ലോ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാത്തവനാണല്ലോ, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവനാണല്ലോ, യേശുവിൻ്റെ മുൻപിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഭാരം വന്ന് പ്രിയപ്പെട്ടവരെ തളർന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അത് നിങ്ങൾ സ്പിരിച്വലി ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് ചെന്ന് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും നീതിസൂര്യനായ യേശുവിൻ്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ചെന്ന് മുട്ടുകുത്താൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ആത്മാവിനൊരു ഭാരം ദൈവം തരും. ഈശോയെ എന്ന് പറഞ്ഞ് നേരെ ചെല്ലാനൊന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ അത്രത്തോളം പാപികളാണ്, കുറവുള്ളവരാണ്. അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ മേലങ്കിയുടെ തുമ്പിൽ പിടിച്ചുകൊണ്ട് ചെല്ലാൻ അമ്മ പറയാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ മേലങ്കിയിൽ പിടിച്ച് എവിടെയും നിങ്ങൾക്ക് ചെല്ലാം. ഒരു സാത്താൻ്റെ ആധിപത്യം നിങ്ങൾ ആക്രമിക്കില്ല എന്നല്ല, ദൈവത്തിൻ്റെ മുൻപിൽ പോലും അമ്മയുടെ കരം പിടിച്ച് അമ്മ നിങ്ങളെ കയറ്റി ഉയർത്തും. അമ്മ കൂടെ ഉണ്ടായാൽ മതി പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മയിലൂടെയാണ് നിങ്ങൾ യേശുവിലേക്ക് നടക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകത്തില്ല. കാലഘട്ടത്തിൻ്റെ അരൂപികളൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. കാരണം അമ്മ വിരിച്ച മേലങ്കി കൊണ്ട് പല ദേശങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇതുപോലെ കേരളത്തിന് വേണ്ടി മാത്രമല്ല, പല ദേശങ്ങളിലും നിന്ന് പല വൈദികരും പല സന്യാസിനും വിളിച്ചിട്ട്, ബ്രദർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ മുട്ടുകുത്തുന്ന സമയത്ത്, മാതാവേ അമ്മ എൻ്റെ ആശ്രയം, ഈ സമയം അവരുടെ ഈ ആവശ്യത്തിൽ നീ അവരെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആ പ്രാർത്ഥനാ നിയോഗം സമർപ്പിക്കുമ്പോൾ കുറേ നേരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് കാണിക്കുന്നൊരു കാര്യമുണ്ട്. അമ്മയുടെ മേലങ്കി ഒരു കുട പോലെ ആ ഒരു ദേശത്തിന് മീതെ ഇങ്ങനെ നിൽക്കുന്നത് അമ്മ കാണിച്ചു തരാറുണ്ട്. അങ്ങനെ പല ദേശങ്ങളെയും പരിശുദ്ധ അമ്മ തൻ്റെ മേലങ്കി കൊണ്ട് മറച്ചു വെച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങൾ ഇന്ന് ജീവനോടുകൂടെ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് എന്നുള്ളത് മറക്കരുത്. പല ദേശങ്ങളെയും, പല തിന്മയുടെ കെട്ടുകളുള്ള ദേശങ്ങളെയും, സാധാരണ ആധിപത്യമുള്ള ദേശങ്ങളുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലങ്കി വിരിച്ചു പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുന്ന തിന്മകളെ നമ്മളിലേക്ക് കടന്നു വരാതിരിക്കാൻ അമ്മയുടെ വിരിച്ച ചിറകാവുന്ന പ്രൊട്ടക്ഷൻ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദേശത്ത് ജനിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോ നമ്മളോട് പറയുന്നുണ്ട്, കർത്താവായ ദൈവത്തിൻ്റെ വലിയൊരു സന്ദേശം നമുക്കുണ്ട്. കർത്താവിൻ്റെ ഏറ്റവും കൂടുതൽ വചനം പ്രസംഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ദേശത്ത് കൂടുതൽ പ്രഘോഷിക്കപ്പെടുന്ന നാവുകളുള്ള ഈ ദേശത്ത്
വെച്ചിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചില്ലേ, ജന്മം നൽകി അനുഗ്രഹിച്ചില്ലേ? എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ക്രിസ്ത്യാനിയായിട്ട് നമ്മളെ ജനിപ്പിച്ചതിന് ദൈവത്തിന് നന്ദി പറയണം. ഏക സത്യ ദൈവത്തെ ആരാധിക്കാൻ അവൻ നമ്മളെ തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് നന്ദി പറയണം. ഏതെങ്കിലും വിഗ്രഹങ്ങളെ ആരാധിക്കാനല്ല കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആരാധന കർത്താവായ യേശുക്രിസ്തുവിലേക്ക് മാത്രമേ തിരിയാനായിട്ട് പാടുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹാലേലുയ, ഹാലേലുയ. ഞാൻ ഷില്ലോങ്ങിൽ വൈദികരുടെ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് വൈദികരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടെ സെമിനാരിയൻസിനെയും അവരുടെ നോവിസ് ഹൗസിനെ അവിടെയുള്ള മക്കളെയൊക്കെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ അതിൽ ഒരു ബ്രദർ നോവിസിയാണ്. ആ ബ്രദർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരു തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്, ജീസസ് യൂത്തിൻ്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു തവണ കേരളത്തിൽ വന്നപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു മകനായിരുന്നു അത്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന, ഇപ്പോൾ ആളച്ഛനായി, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു മകനായിരുന്നു അന്ന്. അപ്പോൾ ആ ബ്രദർ അന്ന് എന്നോട് പറഞ്ഞത്, ഇപ്പോൾ അച്ഛനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ വന്ന് ജീസസ് യൂത്തിൻ്റെ മിഷന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ബ്രദറെ അവിടെ വരുമ്പോൾ ഞങ്ങളുടെ ശരീരം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാറുണ്ട്. അവൻ പേഴ്സണലി പറഞ്ഞു, അവന് മാത്രം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ബ്രദർ എന്ന് പറഞ്ഞാണ്, ഇങ്ങനെ ശരീരം മൊത്തം വൈബ്രേറ്റ് ചെയ്യും ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ. നിങ്ങളെത്ര ഭാഗ്യം ചെയ്തവരാ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഒത്തിരിയുള്ള ദേശത്ത് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുവദിച്ചില്ലേ എന്ന് അവൻ എന്നോട് ചോദിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് പലപ്പോഴും നമ്മളായിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമില്ല എന്നുള്ളതാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമില്ല. നമ്മളായിരിക്കുന്ന ദൈവം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മളെപ്പോഴും പരാതികളുടെ ഭാണ്ഡക്കെട്ടുമായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവൻ തന്ന അനുഗ്രഹങ്ങളെ പലപ്പോഴും നമ്മൾ മറന്നു പോവുക. നമ്മളുടെ നിയോഗങ്ങളുടെ ഭാണ്ഡക്കെട്ടാണ് കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നമ്മൾ ചൊരിഞ്ഞിടുന്നത്. എത്ര ക്രൂരരാ നമ്മൾ! ദൈവം തന്ന അനുഗ്രഹങ്ങളെല്ലാം മറന്ന് വീണ്ടും നിയോഗങ്ങൾ സാധിച്ചെടുക്കുന്ന ദൈവമായിട്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ വില കുറച്ച് കണ്ടില്ലേ? ഈശോ എത്രത്തോളം വേദനിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആരാധന കിട്ടേണ്ട സമയത്ത് നിയോഗങ്ങളാണ് ദൈവത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരാധന മറയ്ക്കപ്പെട്ട് കിടക്കുക. ആരാധന മറഞ്ഞു കിടക്കുന്നിടത്താണ് പ്രകൃതിയിൽ ദുരന്തങ്ങൾ വരുന്നത്. ആരാധന ദൈവത്തിന് കിട്ടുമ്പോൾ ആരാധിക്കുന്ന ഇടം സംരക്ഷിക്കും ദൈവം. നിയോഗങ്ങൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. ആരാധനയാണ് ദൈവസമക്ഷം എത്തുന്നതെങ്കിൽ ആരാധിക്കുമ്പോൾ, നീ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുകയാണെങ്കിൽ നിന്നോട് ചേർന്ന് ആരാധിക്കാൻ സ്വർഗത്തിൻ്റെ മാലാഖമാർ നിന്നോട് കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നീ ആരാധിക്കുന്ന ഇടം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ദൈവത്തിലേക്ക് വരിക. അപ്പോൾ നീ ആരാധിക്കുക എന്നുള്ളതാണ് ഈശോ നമ്മളോട് പറയുന്നത്. ആരാധിക്കുക, ഏതവസ്ഥയിലും ദൈവത്തെ ആരാധിക്കുക. സകലതും മറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്ന ഇടത്തെ ദൈവം സംരക്ഷിക്കും. നിൻ്റെ നിയോഗങ്ങൾ നീ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അത് നീ മരിക്കുമ്പോൾ തീരാനുള്ളതേ ഉള്ളൂ. മരണശേഷമുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചാൽ ഓക്കെ. ഇതല്ല, മരിക്കുന്നത് വരെയുള്ള നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാനുള്ളൂ. അത് മരണത്തോടെ തീരുന്നത് കൊണ്ട് ആ ദേശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം ദൈവത്തിനില്ല. എന്ന് വെച്ച് ദൈവം ആ ദേശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ കരുണ കടന്നു വരേണ്ടത് ആരാധിക്കുന്നിടത്തേക്കാണ്. ആരാധിക്കണം പ്രിയപ്പെട്ടവർ. ദൈവത്തെ ആരാധിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. നിയോഗങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്കൊരു 10 നിയോഗം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു 3 മണിക്കൂറെങ്കിലും ദൈവത്തെ ആരാധിക്കണം. 10 നിയോഗമില്ലേ നിങ്ങൾക്ക്? അതിൻ്റെ 1/3 ദൈവത്തെ ആരാധിക്കാനായിട്ട് നിങ്ങൾ സമയം കൊടുക്കണ്ടേ? എന്നിട്ട് വേണ്ടേ നിയോഗം സമർപ്പിക്കാൻ? നമ്മളതല്ല, നമ്മൾ ആരാധിക്കത്തില്ല, നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മുടെ ദേശത്തെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈശോയ്ക്ക്? നമ്മുടെ ദേശത്തെ സംരക്ഷിക്കാൻ ആരാധനകളുടെ ഭാണ്ഡക്കെട്ടാണ് ദൈവസമക്ഷം എത്തേണ്ടത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. വീണ്ടും വചനത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4-5 കാര്യങ്ങൾ സ്ലീഹായ ജെറമ്യ പ്രവാചകനെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു, ജനിക്കുന്നതിന് മുൻപ് പ്രവാചകനെ ദൈവം വിശുദ്ധീകരിച്ചിട്ടുണ്ട്. പ്രവാചക ദൗത്യവുമായിട്ട് ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഒത്തിരി മക്കൾ. പ്രവാചക ദൗത്യം, ഈ പ്രവാചക ദൗത്യമുള്ള വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ജനിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഇത് തന്നെയാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ യേശുവിന് വേണ്ടി വഴിയൊരുക്കാൻ
പോകുന്ന വിശുദ്ധ സ്നാപക യോഹന്നാനെ ദൈവം ഒരുക്കി വിട്ടു. അവിടെയും ദൈവം ഇതുപോലെ വിശുദ്ധീകരിച്ചു. അമ്മയോടൊപ്പം വചനം പ്രഘോഷിക്കാൻ ഈശോ ആദ്യം കടന്നു ചെന്നത് എലിസബത്തിൻ്റെ ഭവനത്തിലാണ്. അവിടെ പ്രഘോഷിക്കപ്പെട്ട വചനം കേട്ടപ്പോൾ അമ്മയുടെ ഉദരത്തിലായിരുന്നുകൊണ്ട് ഈശോയാണ് ആദ്യത്തെ വചന പ്രഘോഷണം നടത്തിയ സ്ഥലം അമ്മയുടെ ഉദരമാണ്. അവിടെ വചനപ്രഘോഷണം ഈശോ നടത്തുമ്പോൾ അത് കേട്ടത് മറ്റൊരു ഉദരത്തിലായിരിക്കുന്ന പ്രവാചക ദൗത്യമുള്ള സ്നാപകനാണ്. അത് കേട്ടപ്പോൾ ആ ശിശു സന്തോഷം കൊണ്ട് അവിടെ കുതിച്ചു ചാടി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതൊരു വിശുദ്ധീകരണമാണ്. അപ്പോൾ ഇത് തന്നെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പ്രവാചക ദൗത്യമുള്ള നമ്മൾ ജനിക്കുമ്പോഴും ജനിക്കുന്നതിന് മുൻപ് ദൈവം നമ്മെ വിശുദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ജനിക്കുന്നതിന് മുൻപ് ക്രിസ്ത്യാനിയെ ദൈവം വിശുദ്ധീകരിച്ചിട്ടുണ്ട്. കാരണം പ്രവാചകനായിട്ടാണ്, പ്രവാചക ദൗത്യവുമായിട്ടാണ് അവൻ നമ്മെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. ഒരു പരിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴും പരിശുദ്ധ ബലിയിലും സമാപന ആശീർവാദത്തിൽ നമ്മൾ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്, ആശീർവാദം സ്വീകരിച്ചു കൊണ്ടുവന്നത് ലഭിച്ച ക്രിസ്തുവിനെ, ഉള്ളിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ സ്വീകരിച്ച യേശു ക്രിസ്തുവിനെ അനേകർക്ക് കൊടുക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് നമ്മൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല, നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങളിലേക്ക് നമ്മൾ പോകും. എങ്കിൽ പോലും ഈ ഒരു ദൗത്യം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ ഈ ഒരു ദൗത്യം നമുക്ക് നൽകുന്നുണ്ട്. സ്ഥൈര്യലേപനത്തിലൂടെ ഈ ഒരു ദൗത്യം നമുക്ക് നൽകുന്നുണ്ട്. വിവാഹമെന്ന കൂദാശയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി സഭയെ പടുത്തുയർത്താനുള്ള ദൗത്യം. ഇതിലെല്ലാത്തിലും പ്രിയമുള്ള ദൈവജനമേ ഒരു പ്രവാചക ദൗത്യം കുടികൊള്ളുന്നുണ്ട്. 7 കൂദാശകൾ നിങ്ങൾ എടുത്തു നോക്കിയേ. ഈ 7 കൂദാശകളിലും ഒരു പ്രവാചക ദൗത്യം മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജെറമിയ പ്രവാചകനോട് പറഞ്ഞ അതേ വചനം നമ്മുടെ ജന്മത്തും കൊണ്ടും നമ്മളിലും നിറവേറ്റപ്പെട്ട് കഴിഞ്ഞു. ജനിക്കുന്നതിന് മുൻപ് കർത്താവായ ദൈവം എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിച്ചതിന് ശേഷമാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നത്. കാരണം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ദൗത്യം. അപ്പോൾ നമ്മൾ ആ ദൗത്യം വീണ്ടും 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 ഒന്നുകൂടെ യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഒന്നുകൂടെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. എങ്ങനെയാണ് ഊട്ടി ഉറപ്പിക്കുന്നത്? കർത്താവിൻ്റെ മുൻപിൽ നമ്മളായിരുന്നു കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുവാൻ, ഈശോയുടെ ഹിതം നിറവേറ്റുന്ന പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്ന തരത്തിൽ നമ്മളുടെ പ്രാർത്ഥനയുടെ അന്തസ്സ് മാറണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ നിലവാരം മാറണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളോടും പറയുന്നുണ്ട്, പ്രവാചക ദൗത്യം തന്നുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിച്ചില്ലേ, വിളിച്ചില്ലേ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വിളി നമ്മൾ സ്വീകരിക്കാത്തതാണോ കേൾക്കാത്തതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു വിളി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിളി അനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്ത കുടുംബങ്ങളെയും വ്യക്തികളെയും കർത്താവായ ദൈവം സ്വർഗം പ്രത്യേകം മാനിക്കും. ഈ ഒരു വിളി സ്വീകരിക്കാനും ഈ ഒരു വിളി അനുസരിച്ച് ജീവിക്കാനും തീരുമാനമെടുത്ത വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വർഗം പ്രത്യേകമാംവിധം മാനിക്കും. കാരണം അത് ആരാധനയിലേക്കാണ് വിളിച്ചെന്ന് നിൽക്കുന്ന ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. ഈ ഒരു ആരാധനയിലേക്ക് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജെറമിയ പ്രവാചകൻ പറയുന്നു, ഞാൻ കേവലം ഒരു ബാലനാ. കേവലം ഒരു ബാലനിലേക്ക് പ്രവാചകൻ്റെ ആത്മാവിനെ ദൈവം അയച്ചു. കേവലം ഒരു ബാലനിലേക്ക് പ്രവാചകൻ്റെ ആത്മാവിനെ ദൈവം അയച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എത്ര ധ്യാനങ്ങൾ കൂടി, എത്രയോ വചന പ്രഘോഷണങ്ങൾ കേട്ടു, എത്രയോ ഡെലിവറൻസ് മിനിസ്ട്രിക്ക് നമ്മൾ തല കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എന്നിട്ട് എന്താ ഈശോ നമ്മളിൽ രൂപപ്പെടാത്തത്? ആ ഒരു ബാലൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിഷ്കളങ്കമായ അവസ്ഥയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യാത്തിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ രൂപപ്പെടുകയില്ല. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കരങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും പുറപ്പെടുകയുമില്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കുവാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ പ്രവൃത്തി കൊണ്ട് ഈ ഒരു ബാലൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരാറുണ്ട്. അതായത് എനിക്കൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് നമ്മൾ എളിമയുടെ സ്വരത്തിൽ പറയാൻ സാത്താൻ നമുക്ക് പ്രേരണ തരും. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും
പറയണ്ട എന്നാണ് പലരും പറയാറ്. ഇങ്ങനെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് തീർത്തോളാം എന്ന് പലരും എന്നോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യം, എനിക്കതിനുള്ള യോഗ്യതയോ അറിവോ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെറമിയ പറഞ്ഞതുപോലെ ഞാനൊരു ബാലനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എളിമയുടെ മൂടുപടം നമ്മൾ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒരു അഭിനയിക്കുക. ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള അഭിനയം, ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറി ജീവിക്കാനുള്ള അഭിനയം നമ്മൾ ഭംഗിയായിട്ട് അഭിനയിക്കുക. അവിടെ നമ്മൾ നിയോഗങ്ങൾ പറഞ്ഞ് സ്വാർത്ഥതയുടെ ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ തന്നെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വാർത്ഥത മാത്രം, എൻ്റെ ജോലി, എൻ്റെ ഭവനം, എൻ്റെ വീട്, എൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ സ്വാർത്ഥതയിലേക്ക് നമ്മൾ വീണുകൊണ്ടിരിക്കുക. ഈശോ ആഗ്രഹിക്കുന്നില്ല അത്. നിലവാരം മാറണം പ്രിയപ്പെട്ടവരെ. നിലവാരം മാറാത്തിടത്ത് ദൈവത്തിൻ്റെ അഭിഷേകം ചൊരിയപ്പെടുകയില്ല. പ്രാർത്ഥനയുടെ നിലവാരം മാറിയാൽ നിൻ്റെ അഭിഷേകത്തിൻ്റെ നിലവാരം മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ നിലവാരം മാറാത്തിടത്ത് അഭിഷേകത്തിൻ്റെ നിലവാരത്തിലും മാറ്റമുണ്ടാവില്ല. എന്നും പ്രാർത്ഥനക്കാരായിട്ട് ജീവിക്കേണ്ടി വരും. പ്രാർത്ഥനയുടെ നിലവാരം മാറാത്തിടത്ത് അഭിഷേകത്തിൻ്റെ നിലവാരവും മാറില്ല. പലരെയും കണ്ടില്ലേ, പല ശുശ്രൂഷകരെ നിങ്ങൾ എടുത്തു നോക്കിയോ, എപ്പോഴും ഒരേ നിലവാരത്തിൽ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവർക്ക് ഇതിലും മികച്ചത്, ഇതിലും കുറേ കൂടെ ടഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തുകൂടെ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ചില ശുശ്രൂഷകരുണ്ടാകും. ആ ഒരു നിലവാരം, ആ ഒരു ഗ്രാഫ് ഒരിക്കലും ഉയരത്തില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനകൾ ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഒരു സ്റ്റക്കായി നിൽക്കും. നമ്മുടെ പ്രാർത്ഥനകളുടെ രീതി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. അതായത് ഒരു ബാലനായിരിക്കുന്ന അവസ്ഥയിലും യൗവനത്തിലേക്ക് കടന്ന് വിവാഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രാർത്ഥനയുടെ രീതിയിലും നിലവാരത്തിലും ചിലൊരു എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ഇൻറ്റൻഷൻസ് ഒന്നും അവിടെ വരില്ല. അവിടെ നമ്മൾ കുടുംബം, അതിൻ്റെ ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ പോയി അതിൽ നമ്മളെ തളച്ചിടുന്നൊരവസ്ഥയുണ്ടാകും. പാടില്ല. നമ്മൾ ഉയർന്നു പറക്കാൻ ഉള്ള ചിറക് കർത്താവ് തന്നിട്ടുണ്ട്. ഉയർന്നു പറക്കാനുള്ള പ്രാർത്ഥനയുടെ ചിറക് ദൈവം നമ്മളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പറക്കാത്തത് നമ്മുടെ കുറവാണ്, നമ്മുടെ കഴിവുകേടാണ്. ദൈവം തന്ന കൃപകളെ ഉപയോഗിക്കാത്തത് നമ്മുടെ കഴിവുകേടാണ്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, നീ നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ശക്തി ഇപ്പോഴും നമ്മൾ പുറത്തെടുത്തിട്ടില്ല. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പുറത്തെടുത്തിട്ടില്ല. നമ്മൾക്കറിയില്ല നമ്മുടെ ശക്തി എന്താണെന്നുള്ളത്. ഞങ്ങളിങ്ങനെ കുറേ പേര് ഒരുമിച്ചിരുന്ന് പണ്ട് ശുശ്രൂഷ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച്, എൻ്റെ പ്രായമുള്ള കുറച്ച് പേര് ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഒരു അടച്ചിട്ട മുറിയിൽ, ഒരു മുറി അടച്ചിട്ടും AC റൂമാണ് അടച്ചിട്ട് ഞങ്ങൾ അവിടെ വേറെ ഒന്നുമില്ല, ഫുൾ റൂം എംറ്റിയാണ്. ഒരു ടേബിളോ ചെയറോ ഒന്നുമില്ല. പിന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെൽവെറ്റിൻ്റെ ഫ്ലോറാണ്. അപ്പോൾ അവിടെ നമ്മൾ വീണാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ കൈ കോർത്ത് പിടിച്ച് നിന്ന് സ്തുതിക്കും. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞത്, സെഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും സ്തുതിച്ചതുപോലെ നമുക്ക് സ്തുതിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഒരു ഇൻറ്റൻഷനും ഇല്ല, ഒന്നും സമർപ്പിക്കില്ല, നിന്ന് കൈ കോർത്ത് പിടിച്ച് സ്തുതിക്കും. സ്തുതിപ്പ് നിർത്തത്തില്ല, ഒരിക്കലും നിർത്തില്ല, കണ്ണ് തുറക്കത്തില്ല, നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കും. രാവിലെ തുടങ്ങുന്നത് ഉച്ച കഴിയുന്നത് വരെ ആ സ്തുതിപ്പ് പോയിട്ടുണ്ട്. വാ കഴക്കുകയോ ശരീരം ക്ഷീണിക്കുകയോ ഒന്നുമില്ല. അത് സ്തുതിപ്പ് കഴിയുമ്പോൾ ഓരോരുത്തരും ഓരോ മൂലയിലേക്ക് പോയി കിടക്കുന്നുണ്ടാവും. ശരീരം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പ്രാർത്ഥനയുടെ തലം മനസ്സിലാക്കാനായിട്ട് ദൈവം പഠിപ്പിച്ച ചില ക്ലാസ്സുകളായിരുന്നതെല്ലാം. അതിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, നിർത്തില്ല. അത് ഭാഷാപരമോ എന്താണോ സംസാരിക്കുന്നത്, എന്തൊക്കെയാണോ, തീ പോലെ പൊള്ളും ദേഹം മുഴുവൻ, അതുപോലെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ആർക്കും വേണ്ടിയല്ല, ഒരു നിയോഗം സമർപ്പിക്കില്ല, അത് നിന്ന് കുലുങ്ങുന്നത് വരെ നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കും. അവിടെ മറ്റൊരു നിയോഗമില്ല, മറ്റൊരു ചിന്തയില്ല, ടെൻഷനില്ല, നിരാശകളില്ല, ഒന്നുമില്ല. 24 മണിക്കൂർ ദൈവം തന്നില്ലേ, അതിൽ 1 മണിക്കൂർ ടെൻഷൻ മാറ്റിവെച്ച് ഈശോയ്ക്ക് കൊടുത്തുകൂടെ? നിങ്ങൾക്ക് 1 മണിക്കൂർ ടെൻഷൻ മാറ്റിവെച്ച് ഈശോയ്ക്ക് കൊടുത്തുകൂടെ? 24 മണിക്കൂർ നിങ്ങൾക്ക് ടെൻഷൻ എടുത്ത് തലയിൽ വെക്കണോ? 24 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വറീഡായിട്ടിരിക്കുമോ പ്രിയപ്പെട്ടവരെ? 1 മണിക്കൂർ ഈശോയ്ക്ക് കൊടുത്തൂടെ എല്ലാ ടെൻഷനും മാറ്റി ദൈവത്തെ ആരാധിക്കാനായിട്ട്? എത്രയോ സമയം നമ്മൾ ഫോണിൻ്റെ അപ്ഡേറ്റ്സ് നോക്കാൻ വേണ്ടി ഒരു ദിവസം ഇരിക്കുന്നുണ്ട്. എത്ര മണിക്കൂറുകൾ നമ്മൾ അതിൻ്റെ മുന്നിൽ ഇരിക്കും. അതിൻ്റെ മുന്നിൽ നമ്മൾ അതിൻ്റെ അടിമയായിട്ട് നമ്മൾ ഇരുന്നു കൊടുക്കാറില്ലേ?
പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയുടെ മുന്നിൽ നമുക്കിതുപോലെ 1 മണിക്കൂർ ആ താല്പര്യത്തോടെ ഇരിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ ലെവൽ മാറും. പ്രിയപ്പെട്ടവരെ, അഭിഷേകത്തിൻ്റെ തലം മാറും. നിങ്ങളെ ഭരിക്കുന്ന തിന്മയുടെ കെട്ടുകളൊക്കെ അഴിയപ്പെടും. നിങ്ങളെ ഭരിക്കുന്ന സാത്താൻ്റെ കെട്ടുകൾ അഴിയപ്പെടും. രോഗത്തിൻ്റെ കെട്ടുകൾ വിട്ടുമാറും. ശരീരത്തിൻ്റെ കെട്ടുകൾ വിട്ടുമാറും. നിങ്ങളിരുന്ന് സ്തുതിക്കുന്ന ദേശത്തിൻ്റെ കെട്ടുകൾ വിട്ടുമാറും. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഏറ്റവും വലിയ മിനിസ്ട്രിയാണ് ദൈവസ്തുതിപ്പ്. അത് നിങ്ങൾ ചെയ്യാത്തിടത്തോളം നിങ്ങളിങ്ങനെ നിയോഗങ്ങൾ പറഞ്ഞ് ഒരു സ്വർഗസ്നായ 3 നന്മ നിറഞ്ഞ പറയുമ്പോൾ തൃത്വസ്തുതി, ഇങ്ങനത്തെ പ്രാർത്ഥന വല്ലതും ഉണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലാൻ പറയുമ്പോൾ അത് കുരിശിൻ്റെ വഴിയാണ് ബ്രദറെ, പറ്റില്ല എന്ന് പറയും. അതായത് പ്രാർത്ഥനയെ പറയുന്നത് കുരിശിൻ്റെ വഴിയെന്നാണ്. എല്ലാം ഒരു വിധത്തിൽ നല്ല ഒരു കുറച്ച് സമയമെടുത്തുള്ള പ്രാർത്ഥന കൊടുക്കുമ്പോൾ പറയുന്നത് കുരിശിൻ്റെ വഴിയാണ്, പറ്റില്ല. ഒരു സ്വർഗസ്നായ 3 നന്മ നിറഞ്ഞ പറയും ഒരു തൃത്വസ്തുതി. കുമ്പസാരം കഴിയുമ്പോൾ പോലും ഒരു അമ്മ പറഞ്ഞതാ, കുമ്പസാരം കഴിയുമ്പോൾ പോലും അച്ഛന്മാർ പോലും ഇത്രയേ പരിഹാരം ചെയ്യാറുള്ളൂ, പറയാറുള്ളൂ. ബ്രദർ എന്താ ഇതിന് മാത്രം പ്രാർത്ഥന പറയുന്നത് എന്നോട് ചോദിച്ചതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും വലിയ പാപം ഞാൻ കുമ്പസാരിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് ഒരു സ്വർഗസ്നായ അല്ലാന്ന്. ചിലപ്പോൾ ഒരു വിശ്വാസ പ്രമാണം ചെല്ലും, മാക്സിമം പോയാൽ ഒരു കരണക്കൊന്ത എല്ലാം പറയുമെന്ന്. ബ്രദറിൻ്റെ അടുത്ത് വരുമ്പോഴാണ് നാട്ടിലുള്ള മുഴുവൻ പ്രാർത്ഥനയുടെ ലിസ്റ്റ് എനിക്ക് എടുത്തു തരും. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന അനുഗ്രഹം പ്രാർത്ഥിക്കാനുള്ള കൃപയാണ്. അത് ആ കൃപ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ നാവ് ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള അവയവം മാത്രമായിട്ടിരിക്കും. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ടുള്ള അവയവമല്ല നാവ്. ദൈവത്തെ സ്തുതിക്കണം. കർത്താവിൻ്റെ അഭിഷേകം ആദ്യം കടന്നു വന്ന നാവിലേക്ക്, കയ്യിലേക്കും തലയിലേക്കും ഒന്നുമല്ല. അത് മറക്കരുത്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് നിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നീ പിന്മാറുമ്പോൾ പ്രവാചക ദൗത്യത്തിൽ നിന്ന് നീ പിന്മാറും. പ്രവചനത്തിൻ്റെ ദൂത് നിനക്ക് ലഭിക്കുകയുമില്ല. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. ഞാൻ അയക്കുന്ന ഇടത്തേക്ക് നീ പോകണം. ഞാൻ അയക്കുന്ന ഇടം, ഈശോ നമ്മളെ, ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ജന്മം തന്ന് ഇവിടെ നമ്മളെ ജനിപ്പിച്ച് ഇവിടെ ജീവിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ച് ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് പോകാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേശത്തെ ഓർത്ത് ദൈവത്തിന് നമ്മൾ നന്ദി പറയുക. ദൈവം അയച്ച ഇടം, ദൈവം അയക്കുക പൂർണ്ണമായും ദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് നടക്കാനല്ല, മറിച്ച് എൻ്റെ ജീവിത അവസ്ഥകളിലും എൻ്റെ ജീവിത നിയോഗങ്ങളിലും എൻ്റെ കുടുംബ പ്രശ്നങ്ങളിലും പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വിട്ടുപോകരുത്. ഒത്തിരി നിയോഗങ്ങളുണ്ട്, ഒത്തിരി എന്താ പറയുക, ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഞാനും കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം. അപ്പോൾ നമ്മൾക്കുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട്. ആ സമയം ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സമയം, അത് കുടുംബ പ്രാർത്ഥനയല്ല. കുടുംബ പ്രാർത്ഥന മറ്റൊന്നാണ്. അത് സമയത്തിൻ്റെ ദശാംശത്തിൽ ഒരിക്കലും കുടുംബ പ്രാർത്ഥന പെടില്ല. കാരണം കുടുംബ പ്രാർത്ഥന കുടുംബത്തിൻ്റെ അടിത്തറയാണ്. അത് സമയത്തിൻ്റെ ദശാംശത്തിൽ ഇതും കുർബാനയും ഒഴിവാക്കണേ. നമ്മൾ സമയത്തിൻ്റെ ദശാംശം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ കുടുംബ പ്രാർത്ഥനയും കുർബാനയും നമ്മൾ കയറ്റി വയ്ക്കും. അത് രണ്ടും സമയത്തിൻ്റെ ദശാംശത്തിൽ പെടില്ല. 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 2 മണിക്കൂർ 40 മിനിറ്റ് പേഴ്സണലി ദൈവത്തെ ആരാധിക്കാനുള്ളതാണ് ആ സമയം. അപ്പോൾ എനിക്ക് ദൈവം തന്നത് 24 മണിക്കൂർ, എനിക്ക് പേഴ്സണലി ദൈവം തന്നത് 24 മണിക്കൂർ ഒരു ദിവസം. അതിൽ 2 മണിക്കൂർ 40 മിനിറ്റ് ദശാംശം ഈശോയ്ക്കുള്ളതാണ്. അത് കൊടുത്തില്ലെങ്കിൽ നീ നിൻ്റെ ദൈവത്തെ ആരാധിച്ചിട്ടില്ല. ഇന്ന് ദൈവത്തിന് നിന്നിൽ നിന്ന് കിട്ടേണ്ട വിഹിതം കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ നിന്നുള്ള വിഹിതത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട വിഹിതത്തെ പറ്റി പലപ്പോഴും നമ്മൾ മറന്നുപോവുക. ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതമാണ് നമ്മൾ കൈ നീട്ടിയിരിക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട വിഹിതമുണ്ട്, അത് ആരാധനയുടെ വിഹിതമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട വിഹിതം കൊടുത്തിട്ടേ ദൈവത്തോട് വിഹിതം ചോദിക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ചില മക്കളെ കണ്ടിട്ടില്ലേ, ആയുഷ്കാലം മുഴുവൻ മാതാപിതാക്കൾക്ക് തലവേദനയായിരിക്കും. അവസാനം അവർ സമ്പത്തിൻ്റെ വിഹിതം ചോദിച്ചിങ്ങനെ ജീവിക്കും. സമ്പത്തിൻ്റെ വിഹിതം ഭാഗം വെക്ക് ഇങ്ങനെ ജീവിക്കുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ അപ്പനായ ദൈവത്തെ നമ്മൾ അങ്ങനെ തന്നെ കാണണേ. വിഹിതം
എൻ്റെ രോഗം വന്ന് എനിക്ക് വിഹിതം എന്താ, എനിക്ക് കഷ്ടത വന്ന് എൻ്റെ വിഹിതം എന്താ. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതത്തെയാണ് നമ്മൾ ചോദിക്കുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട വിഹിതത്തെ പറ്റി പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. ദൈവത്തിന് കൊടുക്കേണ്ട ഒരു വിഹിതം, എൻ്റെ ആരാധന എന്ന് പറയുന്ന വിഹിതം ഞാൻ കൊടുക്കാതെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കും. നിയോഗങ്ങൾ സമർപ്പിച്ച് അതിനു വേണ്ടി മാത്രം ഞാനിങ്ങനെ അടയിരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ. കിട്ടുന്നത് വരെ ദൈവത്തിനെ വിടില്ല. എന്നിട്ട് പറയും, വചനം കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കും, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്താ അനുഗ്രഹം? എൻ്റെ തലവേദന മാറുന്നതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് കാര്യസാധ്യമല്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ നിൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിച്ചു എന്നേ അർത്ഥമുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരർത്ഥവും അതിന് നിങ്ങൾ കൊടുക്കേണ്ട. കർത്താവ് അനുഗ്രഹിച്ചു, എനിക്ക് ഇങ്ങനെ നടന്നു, അതല്ല അനുഗ്രഹം. നിൻ്റെ ആത്മസ്ഥിതിയിൽ വന്ന മാറ്റം, ദൈവത്തിൻ്റെ ഗുണം നിൻ്റെ ആത്മാവിൽ ദൈവം നിക്ഷേപിച്ചതിൻ്റെ പേരാണ് അനുഗ്രഹം. അതല്ലാതെ OET പാസ്സായി ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, ഹല്ലേലൂയ, അതിൻ്റെ കാര്യം സാധിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ നടുവേദന മാറി, ദൈവാനുഗ്രഹം എന്ന് പറയരുത്. അത് എൻ്റെ കാര്യം സാധിച്ചു തന്നതാ. അനുഗ്രഹം ആത്മാവിനുള്ളതാണ്, അത് വിശുദ്ധീകരണമാണ്. ദൈവാനുഗ്രഹം ആത്മാവിനുള്ളതാണ്, അത് വിശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. അനുഗ്രഹം പുറപ്പെടുന്നത് പരിശുദ്ധ തൃത്വത്തിൽ നിന്ന് മാത്രമാണ്. ഒരു വിശുദ്ധരിൽ നിന്നുമല്ല, പരിശുദ്ധ തൃത്വത്തിന് മാത്രമേ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി വിശുദ്ധരും എല്ലാവരും നമ്മൾക്ക് അതിനുള്ള വഴി കാണിച്ചു തരുന്നവരാ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പറയേണ്ടത്, പ്രിയപ്പെട്ട ദൈവജനമേ, ത്രിത്വൈക ദൈവത്തോടായിരിക്കണം. ബാക്കിയുള്ള സകല വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനെന്നെ ഒരുക്കാനും അതിനുള്ള വഴി എനിക്ക് തുറന്നു തരുവാനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിൽ വാഗ്ദാനത്തിൻ്റെ പേടകം പരിശുദ്ധ അമ്മയായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും, ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ്യം നമുക്കവിടെ ദൈവം കൽപ്പിച്ച് അനുവദിച്ചിട്ടുണ്ട്. എല്ലാ വാഗ്ദാനങ്ങൾക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. ഈശോമിശിഹായുടെ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. എൻ്റെ എല്ലാ ശുശ്രൂഷകളിലും അത് പ്രാർത്ഥിക്കാതെ ശുശ്രൂഷ തുടങ്ങത്തില്ല. അപ്പോൾ എല്ലാ വാഗ്ദാനവും എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷകന് നിങ്ങൾക്ക് ലഭിക്കേണ്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അളവ് കുറഞ്ഞു പോകരുത്. അത് അമ്മ വേണം നമുക്ക് വാങ്ങിത്തരാൻ. അമ്മ വാങ്ങിത്തരുന്നതൊന്നും പിന്നീട് നമ്മളിൽ നിന്ന് നഷ്ടം വരത്തില്ല. അത് സൂക്ഷിക്കാനും അമ്മ കൂടെ ഉണ്ടാവും. അമ്മ നമുക്ക് വാങ്ങിത്തന്നതെല്ലാം നമ്മളിൽ സൂക്ഷിച്ചു വെക്കാൻ അമ്മ നമ്മളോട് കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് അമ്മ വഴി നിങ്ങൾ ചോദിക്കുക, ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കേവലം ബാലനാണ് എന്ന് നീ പറയരുത്. ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഇങ്ങനെയേ പ്രാർത്ഥിക്കൂ എന്ന് നമ്മളെ തന്നെ കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കേണ്ടത്, ഈശോയെ എന്നെ തന്നെ പൂർണ്ണമായി നിൻ്റെ തിരുമുമ്പിൽ ഞാൻ സറണ്ടർ ചെയ്യാണ്, എന്നെ നീ സ്വീകരിക്കണമേ, ഒരു ബലിയായി എന്നെ നീ സ്വീകരിക്കണമേ, നിനക്ക് ചേർന്ന ജീവിതം നയിക്കുന്ന ബലിവസ്തുവായി നീ എന്നെ പരിഗണിക്കണമേ എന്ന് നമ്മൾ ദൈവസമക്ഷം പ്രാർത്ഥിക്കണം. നിനക്ക് ചേർന്ന ബലി വസ്തുവായിട്ട് നീ എന്നെ പരിഗണിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് അഗ്നിയാൽ ഒരു ബലിവസ്തു ദഹിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ആ അഗ്നിയെ കൂട്ടുന്ന വിറകായിട്ട് മാറ്റപ്പെടുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ ദൗത്യം. ഹല്ലേലൂയ. അഗ്നി കൊണ്ട് ഒരു ബലിവസ്തുവിന്മേൽ, അഗ്നി കൊണ്ട് ആ ബലിവസ്തു ദഹിക്കണമെങ്കിൽ ആ അഗ്നിയെ കൂട്ടുന്ന വിറകായിട്ട് നമ്മുടെ ജീവിതം മാറുന്നിടത്താണ് ക്രിസ്ത്യാനിറ്റി ഉള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ അങ്ങനെ വിറകായിട്ട് മാറുമ്പോൾ തീയും ചൂടും ചൂരും എല്ലാം അറിഞ്ഞു ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രേരണ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ 2ാമത്തെ ദിവസത്തിൽ പ്രിയമുള്ള ദൈവജനമേ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ഒരു തൃത്വത്തിലെ 3ാമനിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ 1ഉം 2ഉം അറിയാതെ 3-ലെത്തരുത്. പിതാവും പുത്രനും അറിയാതെ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് മാത്രം പ്രാർത്ഥിക്കുന്നിടത്തും പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കത്തില്ല. പിതാവിനെക്കുറിച്ച് അറിയണം,
പുത്രൻ്റെ സഹനത്തെക്കുറിച്ച് അറിയണം. 2 കാര്യങ്ങളാണ്. അതിൽ ജെറമിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ കേവലം ബാലനാണെന്ന് പറയരുത്. അതായത് അയച്ചവൻ ഞാനായതുകൊണ്ട് നീ നിൻ്റെ ക്വാളിറ്റിയെ വിലയിടിച്ച് കാണരുത്. മാലാഖമാരേക്കാൾ, പ്രിയപ്പെട്ട ദൈവജനമേ, മാലാഖമാർ പോലും മനുഷ്യരെ അസൂയയോടെ നോക്കുന്നുണ്ട്. കാരണം എന്താ? സ്വർഗത്തിൽ ഇല്ലാത്തൊരഭിഷേകം നമുക്ക് ഉണ്ട്. അതാണ് പരിശുദ്ധ കുർബാന. സ്വർഗത്തിൽ കിട്ടാത്തത് ഭൂമിയിൽ ദൈവം നമുക്ക് ഒരുക്കി തന്ന ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധ കുർബാന. മാലാഖമാർക്ക് പോലും കിട്ടാത്തത് പരിശുദ്ധ കുർബാന. അത് സ്വീകരിക്കുന്നവനാണ് ഞാനും നിങ്ങളും. അപ്പം നമ്മൾ നിസ്സാരക്കാരല്ല. അതുകൊണ്ട് ഈശോ വചനത്തിൽ പറയുന്നു, ജെറമ്യായോട് പറയുന്നു, നീ കേവലം ബാലനാണ്, നീ പോരാ എന്ന് നീ തന്നെ നിന്നെ വിലയിരുത്തരുത്. ദൈവത്തിൻ്റെ മുൻപിൽ പാപം മാത്രമേ നിൻ്റെ കുറവായിട്ട് നീ പറയാൻ പാടുള്ളൂ. മറ്റൊന്നും നിൻ്റെ കുറവില്ല. നിനക്ക് മനസ്സിലാക്കുക, എൻ്റെയും നിങ്ങളുടെയും കുറവ് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ പാപം മാത്രമേ ഉള്ളൂ. ബാക്കി എന്തുകൊണ്ടും നമ്മൾ യോഗ്യരാ. കാരണം അവൻ്റെ ആത്മാവിൻ്റെ വിഹിതം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ, അവൻ തന്നെയായ ദൈവം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ കുറഞ്ഞവനാകണേ? ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ കുറഞ്ഞതല്ല, നിലവാരമില്ലാത്തതല്ല. ദൈവം തന്നെ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ എന്നെ തന്നെ വില ഇടിച്ച് കാണിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വില ഇടിക്കരുത്. ഒരിക്കലും മണ്ടത്തരമാതെ. കാരണം എൻ്റെ പാപങ്ങളോർത്ത് ദൈവസമക്ഷം ഞാൻ കരയണം. കാരണം അതെൻ്റെ കുറവാണ്. ബാക്കിയുള്ളതൊന്നും എൻ്റെ കുറവല്ല. കാരണം എന്നെ ദൈവം സൃഷ്ടിച്ചത് അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഞാൻ കുറഞ്ഞതല്ല, ഏറ്റവും ബെസ്റ്റാണ് ഞാൻ. പക്ഷേ ഈ ബെസ്റ്റ്, ഏറ്റവും നിലവാരമുള്ള എന്നെ എൻ്റെ പാപം കൊണ്ട് ഞാൻ തന്നെ അശുദ്ധമാക്കി മാറ്റി. അതുപോലെ ഞാൻ ആയിരിക്കുന്ന ഇടം അശുദ്ധമായി, ഞാൻ താമസിക്കുന്ന ദേശം, ഭവനം അശുദ്ധമായത് ഞാൻ കാരണമാണ്. ദൈവം സൃഷ്ടിച്ചത് ഏറ്റവും ബെസ്റ്റാണ്, ഒരു കുറവുമില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും നല്ലത് മനുഷ്യൻ്റെ ശരീരമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഫങ്ഷൻ ചെയ്യുന്ന മറ്റൊരു സിസ്റ്റം ഇല്ല ലോകത്തിൽ. ഇതുപോലെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന മറ്റൊരു സിസ്റ്റം ഇല്ല. അത്രയും ഏറ്റവും ബെസ്റ്റ് സിസ്റ്റമാണ് മനുഷ്യൻ്റെ ശരീരം. കുറഞ്ഞതല്ല ഞാനും നിങ്ങൾ. അതിനകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവും കൂടെ വന്ന് കഴിയുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, നമ്മളുടെ ആ ഒരു നിലവാരം, നമ്മളുടെ ലെവലിനെ പറ്റി നമ്മൾ അറിയാത്തതാണ്. ആ ഒരു ബോധ്യത്തിൽ നിന്ന് വേണം ദൈവത്തെ ആരാധിക്കാൻ. ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങളുടെ മേൽ നീ കരുണയായിരിക്കണേ. അവിടെ ഞാൻ താഴണം തമ്പുരാൻ്റെ മുമ്പിൽ. കാരണം അത് ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഞാൻ ചെയ്ത, എൻ്റെ സ്വാർത്ഥതയിൽ ഞാൻ ചെയ്ത പാപങ്ങളാണ്. അവിടെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ മുട്ടുമടക്കണം, എൻ്റെ നടു വളയണം. അതിനപ്പുറത്തെ കർത്താവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. ഒരു സാത്താൻ്റെ മുമ്പിലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു തിന്മയെയും എനിക്ക് ഭയക്കേണ്ട. ഒരു ബാധ്യതകളും എൻ്റെ ദൈവത്തെക്കാൾ വലുതല്ല. ഒരു നിയോഗവും ദൈവത്തെക്കാൾ വലുതല്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു നിയോഗവും ദൈവത്തെക്കാൾ വലുതല്ല. പക്ഷെ നമ്മൾ നിയോഗങ്ങളെ ദൈവത്തിന് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. നിയോഗങ്ങൾ, യേശുവേ എന്ന് പറഞ്ഞ് കൈ നീട്ടിയാൽ ആ കയ്യിൽ നിയോഗം ഉണ്ടെങ്കിൽ അത് അവൻ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും നമ്മളതിന് ഉപവസിച്ച് വായുവായിട്ട് മാറി ഈ വായുവിൽ ഈ നിയോഗം കൊണ്ടുപോയി പൊക്കി കൊടുക്കാൻ നോക്കുക. നമ്മുടെ നിലവാരം എവിടെയാണ് കിടക്കണേ പ്രിയപ്പെട്ടവരെ? ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ആ ദൈവത്തിൻ്റെ സൃഷ്ടിയെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതിനെ ഒരിക്കലും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭംഗിയോ നിറമോ ആകാര വടിവോ ഒന്നും ദൈവത്തിൻ്റെ മുന്നിൽ വിഷയമുള്ള കാര്യമല്ല. മറിച്ച് നിൻ്റെ ആത്മസ്ഥിതിയെക്കുറിച്ച് മാത്രമേ നീ ആകുലപ്പെടേണ്ടതായിട്ടുള്ളൂ. അത് തിരിച്ചിവിടം വിട്ടാൽ അവിടെ എത്തണം. എവിടെ നിന്ന് വന്നുവോ, എവിടെ നിന്ന് അയക്കപ്പെട്ടുവോ അവിടെ എത്തിക്കാനായിട്ടുള്ള എനർജി നിങ്ങൾ ഓരോ ദിവസവും അതിന് ആ ഒരു ഫ്യൂവല് ആത്മാവിൽ നിറച്ചുകൊണ്ടിരുന്നാൽ മരണശേഷം നിങ്ങളുടെ ആത്മാവ് ദൈവസമക്ഷം എത്തണം. അതിന് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഒരാകുലതയും നിങ്ങൾ ഏറ്റെടുക്കരുത്. പ്രത്യേകിച്ച് മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത് വരെ മതി മാതാപിതാക്കൾക്ക്. അവരുടെ കാര്യം സ്വന്തമായിട്ട് തീരുമാനിക്കാനും നടത്താനും കെൽപ്പ് വന്നാൽ പിന്നെ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ആകുലപ്പെടരുത്. അവരുടെ വഴിക്ക് വിട്ടേക്കുക.
നിങ്ങളുടെ ആകുലത നിങ്ങളുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് മാത്രമായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും പ്രിയപ്പെട്ട മാതാപിതാക്കളെ. അവരുടെ ഒരു പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതേ മാതാപിതാക്കളുടെ ഡ്യൂട്ടി ഉള്ളൂ. പ്രാർത്ഥിച്ച് മേടിച്ചു കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഡ്യൂട്ടിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതേ മാതാപിതാക്കൾക്ക് ഡ്യൂട്ടി ഉള്ളൂ. എല്ലാം പ്രാർത്ഥിച്ച് ഉരുട്ടി അവരുടെ അണ്ണാക്കിൽ കൊണ്ട് വെച്ച് കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഡ്യൂട്ടി അല്ല. ഈ ഡ്യൂട്ടി ഏറ്റെടുത്ത് സ്വന്തം ആത്മസ്ഥിതിയെ പല മാതാപിതാക്കളും മറന്നുപോകും. സ്വന്തം ആത്മസ്ഥിതിയെക്കുറിച്ച് അവർ മറന്നുപോകും. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആയുസ് തീർത്ത മാതാപിതാക്കളെ എനിക്കറിയാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിച്ച് ആയുസ് തീർക്കുക മണ്ടത്തരമാണ്. കാരണം അവരെ ദൈവത്തെ അറിയാൻ അവർക്ക് വഴിയൊരുക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഒരുക്കുക, അതിന് അവരെ പഠിപ്പിക്കുക. നിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ബാക്കി ചെയ്യേണ്ടത് നിൻ്റെ മക്കളാണ്. അത് അവർ ചെയ്തില്ലെങ്കിൽ അവരും ദൈവമായിട്ട് കാണും. അത് അവരുടെ പക്വത എത്തുന്നത് വരെ നീ പഠിപ്പിച്ചു കൊടുക്കുക. ആ പക്വത എത്തി അവർ കാര്യങ്ങൾ ദൈവം എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം, അവൻ്റെ ആത്മാവ്, അവനും ദൈവമായിട്ടുള്ള കണക്ക് പുസ്തകം അവിടെ ഓപ്പൺ ചെയ്യുക. അത് അവർ തമ്മിൽ നോക്കിക്കോളും. നീ ആകുലത ഏറ്റെടുത്ത് മക്കളുടെ ജോലി കിട്ടുന്നില്ല, അമ്മയിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, ജോലി കിട്ടി, മക്കളുടെ വിവാഹം നടക്കുന്നില്ല, വീണ്ടും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, വിവാഹം നടന്നു, മക്കൾക്ക് മക്കളില്ല, വീണ്ടും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ തള്ളയുടെ പ്രാർത്ഥന ഈ മക്കളുടെ ആയുസ്സിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനായിട്ട് ഈ അമ്മ എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ മകനോ മകളോ സ്ഥാപിച്ചു വെച്ചിരിക്കുകയല്ലേ. അവിടെയും നമ്മൾ ഇവിടെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനയുടെ നിലവാരം മാറിയില്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞ് ചത്ത മണ്ണടിഞ്ഞ് മുകളിച്ചെന്ന് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ ആത്മാവ് നിൽക്കുമ്പോൾ ആത്മസ്ഥിതിയെക്കുറിച്ച് അവൻ ഒന്ന് വിലയിരുത്തിയാൽ കാര്യങ്ങളെല്ലാം ആകെ കുഴഞ്ഞു മറിയും. ഈ ഭൂമിയിൽ മാത്രമേ കർത്താവിൻ്റെ കരുണയെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ കർത്താവിൻ്റെ മുഖം വിധിയാണെൻ്റെ നീതിയുടെ മുഖമാണ്. അത് ഫേസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈശോയുടെ മുഖത്ത് നോക്കുമ്പോൾ പേടിയാണ്. ഈശോയെ കാണുമ്പോഴുള്ള പേടിയല്ല, പക്ഷേ ഞാൻ പോരാ, എൻ്റെ പ്രാർത്ഥന പോരാ, ഈ ഒരു ആത്മഭാരം കയറിയിട്ട് ഇങ്ങനെ നോക്കുകയുള്ളൂ. അപ്പോഴാണ് അമ്മയെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് അമ്മയുടെ പുറകെ പോകുന്നത്. അങ്ങനെയാണ് അമ്മയിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ മരിച്ച ആത്മാവ് ദൈവത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തിയും എൻ്റെ ആത്മാവും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തി ദൈവം എടുത്ത് എൻ്റെ ആത്മാവിനെ പറ്റി ദൈവം വിലയിരുത്തുമ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടില്ല. കുടുംബം പണിയാൻ വേണ്ടിയിട്ട്, വീട് പണിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും സ്വർഗം കിട്ടില്ല. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും സ്വർഗം കിട്ടില്ല. സ്വർഗത്തിൽ സകല വിശുദ്ധരും മാലാഖമാരും ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ആ പണി ഇവിടെ എടുക്കുന്നവരേ അവിടെ ആവശ്യമുള്ളൂ. ഹല്ലേലൂയ. സിമ്പിളാ. സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണുള്ളത്, അവിടെ ആവശ്യം അങ്ങനെയുള്ളവരെയാണ്. ഒരു കമ്പനിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അവർ നോക്കുന്നതാ ഈ കമ്പനിയിൽ ഈ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാൾ. ഇത് തന്നെയാണ് സ്വർഗം നോക്കുന്നത്. അവിടെയുള്ളവരെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ ഭൂമിയിൽ ദൈവം അന്വേഷിച്ച് നടക്കുക, എന്നെ ആരാധിക്കുന്ന ആരാണല്ലേ സ്വർഗത്തിലേക്ക് വിളിക്കാൻ. അങ്ങനെ ഞാൻ ചെന്ന് മരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റണം, ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നിന്നെ ആരാധിച്ചവനാ, നീ എന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണം. എനിക്ക് പറയാൻ പറ്റണം. എനിക്ക് പറയാനായിട്ട് എന്താ ഉള്ളത്? എൻ്റെ മക്കൾ വഴിപഴച്ച് പോകണം കണ്ടപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ആത്മസ്ഥിതിയെക്കുറിച്ച് ഈശോയെ മറന്നുപോയി. നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനമാണ്? മക്കൾ ഒരു പരിധി കഴിഞ്ഞാൽ അവരവരുടെ വഴിക്ക് വിടണേ. മാതാപിതാക്കളെ, നിങ്ങൾ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ഈ കാര്യം സാധിക്കും, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിനക്ക് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റും, ഇങ്ങനെ വേണം നീ ജീവിക്കാൻ. മതി. അവിടം കൊണ്ട് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാര്യം മാത്രം നീ ചിന്തിക്കുന്നുള്ളൂ. ആത്മസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം കണക്ക് പുസ്തകത്തിൽ ഒന്നും മൈനസ് ചെയ്യാനോ പ്ലസ് ചെയ്യാനോ നിൽക്കില്ല. അവൻ നോക്കുമ്പോൾ അവസാനം 0 കിട്ടണം. ഇത് ഓക്കെയാണ്, ഓക്കെ, ഫൈനൽ റിസൾട്ട് 0. ഒന്നുമില്ല, ലോകത്തിൻ്റെതായിട്ടുള്ളതൊന്നും ആത്മാവിലില്ല എന്ന് പറയാൻ പറ്റണം. വട്ടപൂജ്യമായിട്ടേ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലാൻ പാടുള്ളൂ. ആകുലതയിൽ മരിക്കാൻ സമ്മതിക്കരുത്. നിങ്ങളെ തന്നെ ഒരു ടെൻഷനിലും മരിക്കാൻ സമ്മതിക്കരുത്. ആകുലതകളൊന്നും ഏറ്റെടുക്കരുത്. ഒരു ടെൻഷനിലും മരിക്കരുത്. തിരിച്ചു ചെല്ലുമ്പോൾ ആത്മാവ് ഫ്രീ ആയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നിടത്ത് നിൻ്റെ ആത്മാവിനെ ദൈവം മാനിക്കും.
ആത്മാവോട് ചെല്ലുമ്പോൾ ആത്മാവ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. അതായത് പ്രിയപ്പെട്ട ദൈവജനം, നമ്മൾ ആത്മാവ് ദൈവത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ ഇവിടെ എൻ്റെ ആത്മാവ് രോഗവുമായിട്ട്, ജോലിയുമായിട്ട്, മക്കളുമായിട്ട് കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുക. ഞാൻ ഇന്ന് എൻ്റെ മക്കളെക്കുറിച്ചുള്ള ആകുലതയിൽ ഇങ്ങനെ കിടന്നുറങ്ങി. പാതിരയായപ്പോൾ ദൈവം എൻ്റെ ആത്മാവിനോട് പറഞ്ഞ് തിരിച്ചു വാ, സമയമായി. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ ഈശോ നോക്കുമ്പോൾ എൻ്റെ ആത്മാവ് പൂർണ്ണതയിൽ അവിടെ എത്തിയിട്ടില്ല. പകുതി ഇവിടെ കിടക്കുക, ജോലിയിൽ കിടക്കുക, മക്കളിൽ കിടക്കുക. തെറ്റാണ്. ഞാനൊക്കെ മരണത്തെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവനാണ്. എന്തോരാഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. കാരണം ദൈവത്തെ കാണാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരം. ഒത്തിരി ആയുസ് നീട്ടല്ലേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും ഈശോയോട്. ഒത്തിരി നീട്ടി തരരുത്, കുറച്ചേ ഉള്ളെങ്കിൽ അത് വൃത്തിയായിട്ട് ജീവിച്ച് പെട്ടെന്ന് 2 കാലിൽ ഉറച്ചിങ്ങനെ ആരോഗ്യത്തിൽ നിൽക്കുമ്പോൾ ഈശോയെ എടുത്തേക്കണേന്നാണ് പ്രാർത്ഥിക്കണത്. ആരോഗ്യത്തിൽ നിൽക്കുമ്പോൾ എടുത്തേക്കണം. ഒട്ടും നീട്ടിക്കൊണ്ട് പോരുതെന്ന് ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കും. ഒട്ടും നീട്ടരുത് ആയുസ്. ഈശോയെ നിൻ്റെ അടുത്ത് വരണം, ഈശോയെ കാണണം, സ്വർഗ്ഗം അനുഭവിക്കണ്ടേ. ഈ ഭൂമിയിൽ നിങ്ങളുടെയൊക്കെ വചനം പ്രസംഗിച്ച് മടുത്ത് ശരിക്കും പറഞ്ഞാൽ. കാരണം വീണ്ടും നിങ്ങൾ ഈ കേൾക്കുമ്പോഴുള്ള ഒരു തത്തരിപ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും എന്തിനാ ഇത് പ്രസംഗിച്ച് അത്രയും വെച്ചിട്ട് നല്ലത് ചെയ്തിട്ടുണ്ടോ? അടുത്ത പാപം ചെയ്യുന്നതിന് മുമ്പ് കയറി പോകുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ് പ്രിയപ്പെട്ടവരെ. അടുത്ത പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ആത്മാവ് എത്തിയ നീതീകരിക്കപ്പെടാൻ പറ്റില്ല. ആയുസ് കൂട്ടി കിട്ടിയിട്ട് എന്തിനാ? ഒരു ഗുണവുമില്ല. അവിടെ കിട്ടണം, നിത്യതയിൽ കിട്ടണം പ്രിയപ്പെട്ടവർ. ഈ ലോകത്തിൽ ഒത്തിരി ഒന്നും ജീവിക്കാനായിട്ട് നിങ്ങൾ പാടുപെടല്ലേട്ടാ, മണ്ടത്തരമാണ്. ഈ ലോകത്തിൽ ആയുസ് ഒത്തിരി കൂടുന്നതിൽ എനിക്കതിനോട് യോജിപ്പൊന്നുമില്ല. കഷ്ടതകളും ദുഃഖവും ദുരിതവും യുദ്ധവും കലഹവും സ്നേഹിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ പ്രിയപ്പെടാൻ. ആത്മാർത്ഥതയിലുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. എന്തിനാ ഇവിടെ? അവിടെ ചെന്നാൽ തമ്പുരാൻ്റെ കൂടെ താമസിക്കാൻ പറ്റുന്നതല്ല ഏറ്റവും ബെസ്റ്റ്. അവൻ പറഞ്ഞെന്താ, ഞാൻ നിനക്കിവിടെ ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്, ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിന്നെയും കൊണ്ട് ഞാൻ പോകും. ആമേൻ, ഹല്ലേലൂയ. കൊണ്ടുപോട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. മറ്റാരും കൊണ്ടുപോകാൻ അനുവദിക്കരുത്. നീ ആയിരിക്കുന്ന വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകണം. നീ ആയിരിക്കുന്ന വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ആയുസിൻ്റെ കണക്ക് പുസ്തകം. നമ്മൾ ഈശോയെ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ആയുസ് കൂട്ടിക്കോ, അതല്ലെങ്കിൽ ആയുസ് കൂട്ടണ്ട, ഗുണമില്ല. കാരണം ഈ 50 വർഷം ജീവിച്ചാൽ ഈ 50 വർഷത്തേക്കുള്ളത് ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കണക്ക് കൊടുക്കണ്ടേ? അപ്പോൾ 30 വർഷം ജീവിച്ചിട്ടുള്ള ദൈവം തന്നെ തിരിച്ചെടുത്തെങ്കിൽ 30 വർഷത്തെ കണക്ക് ബോധിപ്പിച്ചാൽ പോരെ. ആയുസ് കൂടുന്തോറും അതല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റണം, പ്രാർത്ഥനയിൽ ആരാധനയിലും ജീവിക്കാൻ പറ്റിയാൽ ഓക്കെ. അത് നമ്മൾ ചെയ്യൂ? ഇല്ല. കാര്യം എന്താ? മക്കളെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുക, ജീവിത വ്യഗ്രതകളെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുക. നാളെ അത് കിട്ടിയില്ലെങ്കിൽ ഇന്ന് എൻ്റെ കാര്യം ഡിം. അപ്പോൾ ആകുലത ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ ആയുസ്സിൽ ദൈവത്തെ ആരാധിക്കാൻ മറന്നുപോയിക്കൊണ്ട് ഈ ഭൂമിയിൽ വെറുതെ ഒരു മാംസ കഷ്ണമായിട്ട് നിന്നിട്ട് എന്താ കാര്യം പ്രിയപ്പെട്ടവരെ? ഈ ഭൂമിയിൽ വെറുതെ ഒരു മാംസ കഷ്ണമായിട്ട് ജനിച്ച് ജീവിച്ച് മണ്ണടിഞ്ഞ് അവസാനം പുഴുക്കൾക്ക് തിന്നാനായിട്ട് ശരീരവും വീർപ്പിച്ച് പെട്ടിക്കൊണ്ട് വെക്കേണ്ട ആവശ്യം നമുക്കെന്താ? നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ച് അത് ദൈവത്തിൻ്റെ മുമ്പിലെത്താൻ എന്താണോ തടസ്സം അതിനെ ഒഴിവാക്കുന്നിടത്ത് ദൈവം നിനക്ക് കൽപ്പിച്ചു തന്ന ആയുസ് വരെ ജീവിക്കാൻ നിനക്ക് പറ്റും. പെടുമരണം പെടില്ല, അത്രയേ ഉള്ളൂ. ആയുസ്സെത്താതെ മരിക്കരുത്. അതാണ് 90-ാം സങ്കീർത്തനത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിന് പറയുന്നത്. 102:24, 90 102:24 പറയുന്നുണ്ട്, വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആയുസ്സിൻ്റെ മധ്യത്തിൽ പോകരുത്. ആയുസ് തികഞ്ഞ് ദൈവം കൽപ്പിച്ചനുവദിച്ച ആയുസ് തികഞ്ഞു പോകാൻ പറ്റണം. ആ പോകുമ്പോൾ നല്ല നിറഞ്ഞ മനസ്സോടെ, മുഖം ചിരിച്ച മുഖത്തോടെ ഇവിടെ നിന്ന് പോകാൻ പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ നാൾ കിടപ്പായി എൻ്റെ മലവും മൂത്രം എൻ്റെ മക്കളെ കൊണ്ട് കോരിച്ച് അവരോട് പ്രതികാരം ചെയ്തു പോകേണ്ട ഗതികേടുണ്ടാക്കരുത്. പ്രാഗി മക്കളെ യാത്രയാക്കരുത് മാതാപിതാക്കളെ. കണ്ടിട്ടില്ലേ? ചത്ത് കിട്ടിയാൽ മതി. ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് വന്നേക്കണത് 1-2 പേരല്ല, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്. ചത്ത് കിട്ടിയാൽ മതി. ഞാൻ എന്താ കാര്യം? കിടന്ന കിടപ്പില്ല ബ്രദറെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. മടുക്കില്ല, മനുഷ്യനല്ല ഞങ്ങൾക്ക് ജോലി എടുക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ നോക്കണ്ടേ? ഈ വിഴുപ്പ് ചുമക്കണം എത്ര കാലമാണ്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ തള്ളയുടെയും തന്തയുടെയും മൂത്രവും മൂലം ഞാൻ കോരുന്നത്? എത്ര പേര് വന്ന് ചോദിച്ചിട്ടുണ്ടെന്നറിയോ? ഇതാണോ നമ്മുടെ ജീവിതം? ഇതല്ല ജീവിതം, ഇതല്ല. ജനിച്ച് ജീവിച്ചാൽ ജീവിച്ച് മരിക്കുമ്പോൾ നേരെ നിന്ന് ആരോഗ്യത്തിൽ മരിക്കാൻ പറ്റുന്നിടത്ത് ദൈവാനുഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ. പഴയ നിയമത്തിലേക്ക് നിങ്ങൾ വാ. അവിടെ മരിച്ചിരിക്കുന്ന മരണങ്ങളെല്ലാം ഒരുക്കത്തോടുകൂടെ മക്കളോട് യാത്ര പറഞ്ഞ് മറച്ച മാതാപിതാക്കളെ കാണാനായിട്ട് നമുക്ക് പറ്റും. അവിടെ മരണത്തിന് വരെ ഉണ്ട് ഒരു അന്തസ്സ്.
മരണത്തിന് വരെയുണ്ട് ദൈവാനുഗ്രഹം. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, മരിക്കുന്നതിന് മുമ്പ് ആരെയും നല്ലതെന്ന് നീ വിളിക്കരുത്. മരണത്തോടുകൂടെയേ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ മരിക്കാൻ കിടക്കുക, നമ്മൾ ആയുസ് മുഴുവൻ ഇങ്ങനെ നമ്മളുടെ വിഴുപ്പ് മക്കളെ കൊണ്ട് ചുമപ്പിച്ച് അവരുടെ പ്രാക്ക് ഏറ്റുവാങ്ങി, അവരുടെ ശാപം ഏറ്റുവാങ്ങി, അവരെ കൊണ്ട് അയ്യോ ഇതെങ്ങനെയും തീർന്നാൽ മതി എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് മരിക്കാനാണോ നമുക്കിഷ്ടം? അങ്ങനെയെങ്കിൽ ചെയ്യുന്നത് ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മാലാഖമാർ ആ വ്യക്തിയോടുകൂടെ നിൽക്കുമ്പോൾ അവൻ വീഴാതെ നോക്കേണ്ടത് ദൈവത്തിൻ്റെ മാലാഖമാരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഞാൻ എന്ത് വേണം? ദൈവത്തെ ആരാധിക്കണം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്നവൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതും ആരാധിക്കുന്നവൻ്റെ ജീവിതത്തെ സംരക്ഷിക്കേണ്ടതും മാലാഖമാരാ. അത് അവർ ചെയ്യും. എൻ്റെ നിയോഗങ്ങൾ പറഞ്ഞ് എൻ്റെ വിഴുപ്പം കൊണ്ട് ദൈവത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ ഇത് നടക്കുന്നില്ല. ആരാധന ദൈവത്തിന് കിട്ടുമ്പോൾ ആരാധിക്കുന്ന വ്യക്തിയെയും ആരാധിക്കുന്ന ഇടത്തെയും സംരക്ഷിക്കും നിന്റെ അപ്പൻ. അപ്പോൾ നീ വീഴാൻ നിന്റെ അപ്പൻ സമ്മതിക്കില്ല. അവനെ ആരാധിക്കുന്നവനാ നീ. രണ്ട് കാലിൽ ഉറച്ചു നിന്ന് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് നന്ദി പറയണം. അതല്ലാതെ കർത്താവ് ഇതൊന്ന് മാറ്റിത്താ, ഇത് നേടിത്താ, ഇത് സാധിച്ചതാ, ഇതല്ല പ്രാർത്ഥന. ഇതല്ല പ്രാർത്ഥന. ഇത് ദൈവത്തെ മിസ്യൂസ് ചെയ്യല. അതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരാധന ഉൾപ്പെടാത്ത പ്രാർത്ഥന അസ്ഥാനത്താണ്. ആരാധന ഇല്ലാത്ത പ്രാർത്ഥന അസ്ഥാനത്താ. ദൈവത്തെ ആരാധിക്കും. നമ്മൾ ആരാധിക്കുക. രണ്ട് കാലിൽ ഉറച്ചു നിൽക്കുമ്പോൾ മരിച്ചു വീഴാൻ ദൈവം വഴിയൊരുക്കും. പ്രിയപ്പെട്ടവർ, അതല്ലാതെ നമ്മൾ മരിക്കുമ്പോൾ പ്രാക്കെത്തി മരിക്കരുത്, ശാപമേറ്റുവാങ്ങി മരിക്കരുത്, മറ്റുള്ളവർ ശല്യം തീർന്നല്ലോ എന്ന് പറയാൻ ഇട വരുത്തരുത്. മരണത്തിൽ അത് മരണമല്ല, അത് ശാപമാണ്. അത് വേണ്ട ക്രിസ്ത്യാനിക്ക്. അതുകൊണ്ട് ആരാധിക്കണം ദൈവത്തെ. നിയോഗങ്ങളൊക്കെ മാറ്റുകയും പ്രിയപ്പെട്ടവരെ, ചാകുമ്പോൾ തീരുന്നതല്ല ഇതൊക്കെ നിയോഗങ്ങൾ. എത്ര ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? എത്ര സമ്പാദിച്ചിട്ട് എന്താ കാര്യം? ഏതവസ്ഥയിലെത്തിയിട്ട് എന്താ കാര്യം? മരണത്തോടെ തീരും. മരിച്ചതിന് ശേഷമുള്ള ലൈഫ്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇടയ്ക്കെങ്കിലും, നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, വട്ടായി പോകും. പക്ഷെ ഇടയ്ക്കെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. കുറച്ച് നമുക്കൊരു ഭയം കിട്ടും മനസ്സിന്. ഒരു ഭയം നല്ലതാണ്. ആ ഒരു ഭയം കിട്ടിയാൽ പലതും ഒഴിവാക്കാൻ നമുക്ക് പറ്റും. മക്കളെക്കുറിച്ച് ആകുലത, ഈ ആകുലത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതൊരു കിലോമീറ്റർ കണക്കിന് ദൂരം അത് കിടക്കുക. ജോലിയെക്കുറിച്ച് ആകുലത, ഇപ്പോൾ ഒരു നല്ല ജോലിയാണ്, അത് പോരാ, കുറച്ചും കൂടി മെച്ചപ്പെട്ടത്, അതിരിക്കട്ടെ, അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്തിരി കൂടി മെച്ചപ്പെട്ടത് കിട്ടും, അതിലേക്ക് പോവാം. അവിടെ നിന്ന് ചാടി അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ആയുസ് ഒടുങ്ങിത്തീരും. കുറേ വീടും മാളികയും എല്ലാം ഉണ്ടാക്കും. സാധനം ആത്മാവിൻ്റെ സ്ഥിതിയിൽ കെട്ടുപോകും. ആത്മസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ മാലാഖമാർ പ്രൊട്ടക്റ്റ് ചെയ്യും. നിൻ്റെ ആത്മാവിരിക്കുന്ന ശരീരത്തെയും അവൻ്റെ മാലാഖമാർ പ്രൊട്ടക്റ്റ് ചെയ്യും. നിൻ്റെ ആത്മസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുക. ഒരു മരണാനന്തര ജീവിതമുണ്ട് നമുക്ക്. ആ ജീവിതം ദൈവത്തോടൊത്തായിരിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നവരെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുക. അവരെല്ലാവരും നിങ്ങൾ സ്നേഹിക്കുക. അയ്യോ അതെന്നോട് ചേരില്ല, ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കും. വ്യക്തിത്വമല്ലാതെ സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഇല്ല. അമ്മായിയമ്മ, അയ്യോ അത് ഭയങ്കര ഒരു മൂത്ത സാധനമാണ്, അതിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ മാറി നിൽക്കാം. മക്കൾ അതിനെക്കൊണ്ട് പൊറുതിമുട്ടി ഡ്രഗ്സിൻ്റെ പുറകെയാണ്, അതിനെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുക. എനിക്ക് ഒന്നിനോടും ചേരാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ്. കാരണം എന്താ, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്കിതൊന്നും പറ്റില്ല, എൻ്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തും. സ്പിരിച്വൽ പേഴ്സണാലിറ്റി അല്ല അത്. നമ്മൾ ആത്മീയമായിട്ടൊരു വ്യക്തിത്വം ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പാഴായി പോകും ദൈവത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ഈശോ നമ്മളോട് പറഞ്ഞു, കേവലം ബാലനാണ് എന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. ഈശോ കൽപ്പിച്ചത്, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഈശോയുടെ കൽപ്പന അത് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. സ്നേഹിക്കാൻ പറ്റാത്തടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു നിയോഗങ്ങളും നടക്കാൻ പോകുന്നില്ല, ഒരു അസുഖവും മാറാനും പോകുന്നില്ല, ഒരു നിയോഗങ്ങളും നടക്കത്തില്ല. ഒരു ക്ലാസ്, ഒരു ശരീരത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ട്. ഞാനത് കുറച്ച് സ്ഥലത്ത് എടുത്തിട്ടുണ്ട്. അതായത് ഓരോ രോഗത്തിന് കാരണമായിട്ടുള്ള പാപങ്ങളെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ട്. ഇത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ട് എഴുതി വെച്ചൊരു ക്ലാസ്സാണ്. ആ ക്ലാസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് മറന്നു പോകുന്നതുകൊണ്ട് ബാക്കിയുള്ള ക്ലാസ്സുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ എടുക്കുന്ന ക്ലാസ് വരെ ഞാൻ മറന്നു പോകും. അപ്പോൾ ബാക്കി ഈ ഒരു ക്ലാസ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് തലവേദനയ്ക്ക് ഉള്ള കാരണത്തിൻ്റെ പാപം, നെഞ്ചുവേദന, അങ്ങനെ മുടി മുതൽ
കാലിൻ്റെ തള്ളവിരൽ വരെ അല്ലെങ്കിൽ ഉള്ളംകാൽ വരെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന പാപങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. 3 മണിക്കൂറത്തെ ഒരു ടോക്കാണ്. ഈ ടോക്കിൽ എല്ലാ രോഗങ്ങളും, പക്ഷെ അത് എനിക്ക് എൻ്റെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. നാട്ടുകാർക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞു കൊടുത്ത് റിസൾട്ട് കിട്ടിയ ഒത്തിരി പേരുണ്ട്. പല ഡോക്ടേഴ്സും അത് ചോദിച്ചിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റ്. പ്രിയപ്പെട്ടവർ, അത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപം നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നും. നമ്മുടെ പാപം, നമ്മൾ ചെയ്യുന്ന പാപം നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നും. ഈ രോഗസൗഖ്യ ധ്യാനങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് ആ ക്ലാസ്സിനെ പറ്റി പറയാറുള്ളത്. രോഗസൗഖ്യ ധ്യാനങ്ങളുണ്ട്, ആന്തരിക സൗഖ്യമല്ല, രോഗസൗഖ്യത്തിൻ്റെ ധ്യാനങ്ങൾ വെക്കാറുണ്ട്. അത് റെയറാണ് ആ ധ്യാനം. ആന്തരിക സൗഖ്യമാണ് കൂടുതലും. ആന്തരിക സൗഖ്യത്തിലൂടെ രോഗസൗഖ്യത്തിലേക്ക് പോകാം എന്നുള്ള ഒരു റൂട്ടാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷേ അതല്ലാതെ ഡയറക്റ്റ് ശരീരത്തിലേക്ക് പോകുന്ന ക്ലാസ്സുകളുണ്ട്. ആത്മാവിൻ്റെ തലം മാറ്റി ആത്മാവ് വസിക്കുന്ന ആലയത്തിൻ്റെ തലമെടുത്ത് പ്രാർത്ഥിക്കുന്ന ക്ലാസ്സുകളുണ്ട്. രണ്ടും 2 ക്ലാസ്സുകളായിട്ട് എടുക്കണം. ആത്മാവിൻ്റെ ക്ലാസ് വേറെ, ശരീരത്തിൻ്റെ വേറെ ക്ലാസ്. രണ്ട് ക്ലാസ്സിൽ ഈ ശരീരത്തിൻ്റെ തലം മാത്രം എടുത്ത്, അതായത് നമ്മുടെ കൈയും കാലും തലയും മുഖവും കണ്ണും എല്ലാം ഇരിക്കുന്ന ഇടം ലൊക്കേറ്റ് ചെയ്യുക. അതായത് ആ ഒരു കർത്താവ് പ്രോഗ്രാം ചെയ്ത് ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തെ എടുത്ത് പ്രാർത്ഥിക്കും. അതിൽ കണ്ണിൻ്റെ പൊസിഷൻ, നെറ്റിയുടെ പൊസിഷൻ, ചുണ്ടിൻ്റെ പൊസിഷൻ, ഇങ്ങനെ ഓരോതിൻ്റെ പൊസിഷൻ എടുത്ത് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന, അതിൽ രോഗം വരുന്നത്, അതിന് ഏത് പാപം, തലമുറയുടെ ഏത് കെട്ട്, ഞാൻ ചെയ്ത ഏത് പാപം എനിക്കിത് കാരണം, അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള ക്ലാസ്സിൽ ഇങ്ങനെ ഈശോ ഇത് വെളിപ്പെടുത്തുന്ന ഈ ക്ലാസ് നോട്ട് ചെയ്യുന്ന സമയത്ത് ഈശോ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ പാപം വെറുത്തുപേക്ഷിച്ച് ഈ രോഗം നിൻ്റെ ശരീരത്തിൽ നിന്ന് മാറിയാൽ നിനക്ക് സ്വർഗത്തിലേക്കുള്ള ദൂരം കുറയുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് രോഗം മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ശരീരത്തിൻ്റെ കെട്ടഴിയാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഈ കെട്ട് ഏത് പാപം മൂലം എൻ്റെ ശരീരത്തിൽ വന്നുവോ ഈശോയെ ആ പാപത്തെ എനിക്ക് നീ കാണിച്ചു തന്ന് അതിൽ നിന്ന് പുറത്തു വരുവാൻ നീ എന്നെ സഹായിക്കണം. ഈ രോഗം ഏത് പാപം മൂലം എൻ്റെ ശരീരത്തിൽ വന്നുവോ ആ പാപത്തെ നീ എനിക്ക് കാണിച്ചു തന്ന് അതിൽ നിന്ന് പുറത്തു വരുവാൻ എൻ്റെ അമ്മയെ എന്നെ നീ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആ പാപം ദൈവം നിനക്ക് വെളിപ്പെടുത്തി ആ പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിലേക്കുള്ള ദൂരം കുറയുക. പിന്നെ നീ ആ പാപം ചെയ്യില്ല, ഈ രോഗത്തെ പേടിച്ചെങ്കിലും. പിന്നെ നിനക്ക് അത്രയും കണക്ക് കുറച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ചില അസുഖങ്ങൾ ശരീരത്തിൽ ദൈവം തരുന്നതിന് പുറകിൽ വിശുദ്ധീകരണമുണ്ട്. അപ്പം നമ്മൾ രോഗം മാറ്റിത്താ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്, മണ്ടത്തരമാണ്. ശരീരത്തിൽ ചില രോഗം വന്നാൽ ആ രോഗത്തിൻ്റെ കാരണം ചോദിക്കണം. രോഗസൗഖ്യം കിട്ടുന്ന ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഓടരുത്, ദൈവത്തെ ഓർത്ത്. മണ്ടത്തരമാണ്. ചില രോഗങ്ങൾക്ക് കാരണം ചില പാപങ്ങളെ വെളിപ്പെടുത്താൻ ശരീരത്തിൽ ദൈവം അനുവദിച്ചതാണ് ചില രോഗങ്ങൾ. അപ്പോൾ ഈ രോഗത്തിന് കാരണമായിട്ടുള്ള പാപം എന്നെ നശിപ്പിക്കും, എന്നെ സ്വർഗം നഷ്ടപ്പെടുത്താൻ അത് ഇടവരുത്തുമെന്നുണ്ടെങ്കിൽ ആ രോഗം ശരീരത്തിൽ കർത്താവ് മാറ്റാതെ ഇങ്ങനെ നിർത്തും. ഈ നിർത്തിയ ഈ രോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, രോഗം മാറ്റിത്താ. പക്ഷെ അതിൻ്റെ കാരണത്തെപ്പറ്റി നമ്മൾ നോക്കുന്നില്ല. ഈ കാരണത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവമേ, ആ കാരണം എടുത്ത് അയ്യോ ഈ തെറ്റ് ഞാൻ ചെയ്തപ്പോഴാണോ എനിക്ക് ഈ അവസ്ഥ വന്നേ എന്നൊരു ബോധ്യം പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിൽ തന്നു കഴിഞ്ഞാൽ പിന്നെ ആ പാപം എൻ്റെ ലൈഫിലില്ല. കാരണം എന്താ? ഈ രോഗത്തെ പേടിച്ച് എങ്കിലും ഞാൻ ആ പാപത്തെ വെറുക്കും, ഉപേക്ഷിക്കും, ചെയ്യത്തില്ല. ഇങ്ങനെ നമ്മുടെ ശരീരത്തെ നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്താൽ, ഒന്ന് വിലയിരുത്തിയാൽ, നിങ്ങളുടേതോ മറ്റുള്ളവരുടേതോ, നിങ്ങൾക്ക് ആരോഗ്യമില്ല പക്ഷെ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ നീ ഒന്ന് ഇരുന്ന് പഠിക്ക്, തമ്പുരാൻ്റെ മുമ്പിൽ എടുത്തു വെക്ക്. എല്ലാത്തിൻ്റെ ഉത്തരം വിശുദ്ധ ഗ്രന്ഥമാണ്. ഇതിനകത്തില്ലാത്തതൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് എൻസൈക്ലോപീഡിയ ആയത്. ഇതിലില്ലാത്തത് മറ്റെങ്ങും നിങ്ങൾക്ക് കിട്ടില്ല, ഒരു നോട്ട്സിലും കിട്ടില്ല. ഇതിനകത്തുണ്ട്. അതായത് മുടി മുതൽ ഉള്ളംകാല് വരെ നോട്ട് ചെയ്തിട്ടുണ്ട് വിശുദ്ധ ബൈബിളിൽ. വായിക്കണം, കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണ്ട, വായിച്ച് കണ്ടുപിടിച്ചെടുക്കണം. അപ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ അത് പതിയുള്ളൂ. പറഞ്ഞുതരാൻ മടിയുണ്ടായിട്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ അത് പതിയും. ഉള്ളിലത് പതിഞ്ഞാൽ ദാറ്റ് മീൻസ് ആ വചനം നിങ്ങളിൽ മാംസം ധരിച്ചു, സ്വർഗത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു കിട്ടും. ആത്മാവിൻ്റെ അവസ്ഥ വിശുദ്ധീകരിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ വെടി തീരാറായിരിക്കുക, ആയുസിൻ്റെ പകുതി തീർന്നു, ഇനി കുറച്ചും കൂടി ജീവിച്ചു. ഇനിയെങ്കിലും ആത്മാവിനെ പറ്റി ചിന്തിക്കുക. ഇനിയെങ്കിലും ആത്മാവിനെ പറ്റി ചിന്തിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന ഓരോ സൈൻ
ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിൽ പാപം പെരുകിയപ്പോൾ വെള്ളം പൊങ്ങി. അപ്പോൾ വെള്ളം പൊങ്ങാൻ കാര്യം എന്താ? പാപം പെരുകി. അതിനൊരു കാരണമുണ്ട്. ശരീരത്തിൽ മുഴ വന്നു, അതിനെന്താ? അതിന് പുറകിൽ കാരണമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു ധ്യാനത്തിന് പോയി, വൈദികരുടെ ധ്യാനത്തിന് തന്നെ ചെന്നപ്പോഴാണ് അവിടെ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ബ്രസ്റ്റിൽ മുഴയാണ്. ബ്രസ്റ്റിൽ വലിയൊരു മുഴ. ഇത് മാറാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയെ കൊണ്ട് നിർത്തിയിരിക്കുക. ബന്ധിച്ച് ഈ മുഴ, ഈ ലെഫ്റ്റ് ബ്രസ്റ്റിൻ്റെ മുഴ ഈ കൈയുടെ ഇത്ര വരെ നിൽക്കുക. ഈ കൈ ഫ്രണ്ടിലേക്ക് എടുക്കണം, ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇവർ ഇങ്ങനെ ചുറ്റിയാണ് ഈ കൈ എടുക്കുന്നത്. അപ്പം മുഴയുടെ സൈസ് ഒന്ന് നോക്കിയേ. വെറുപ്പ് കൂട്ടിയിട്ടിരിക്കുക. അമ്മയമ്മയുള്ള വെറുപ്പ്. വിവാഹശേഷം 6 വർഷം കൊണ്ട് ഭർത്താവിൻ്റെ അമ്മയോട് തോന്നിയ വെറുപ്പ് ശരീരത്തിൽ മുഴയായിട്ട് മാറി. നീ എന്ത് സൂക്ഷിക്കുന്നു അതിൻ്റെ ശരീരത്തിൽ ഡെപ്പോസിറ്റാണ്. ബ്ലോക്ക്, ഹാർട്ടിൻ്റെ ബ്ലോക്ക്. വെറുപ്പ് കൂടിയാൽ മതി, ഹാർട്ടിന് ബ്ലോക്ക് ഉറപ്പാണ്. ഹാർട്ടിന് ബ്ലോക്ക് മാറത്തില്ല. ഒരു ആൻജിയോപ്ലാസ്റ്റി വേണ്ട, നീ വെറുപ്പ് മാറ്റിയാൽ മതി. ഹാർട്ടിൻ്റെ ബ്ലോക്കൊക്കെ മെൽറ്റാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്ക് പറ്റും. ഇങ്ങനെ ഈ മുഴ വന്നപ്പോൾ ഞാൻ ചോദിച്ചത്, വെറുപ്പാണല്ലോ, മനസ്സ് മുഴുവൻ വെറുപ്പാണല്ലോ, ദുഷിപ്പാണല്ലോ മനസ്സ് മുഴുവൻ എന്ന് ചോദിച്ചു. അതെ, അത് അവരങ്ങനെ പെരുമാറി. എല്ലാത്തിനും എക്സ്ക്യൂസസ് ഉണ്ട് നമുക്ക്. ഈശോയുടെ നാമത്തിൽ വെറുപ്പിനെ ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു. മലയാളത്തിലല്ല, ഭാഷ വേറെ. പ്രാർത്ഥിപ്പിച്ച് ഞാൻ വെറുപ്പ് മാറ്റി. ഓക്കെ, മാറ്റി. ഇനിയില്ലല്ലോ, ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ് ബന്ധിക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ഈ മുഴ ഇങ്ങനെ ചുരുങ്ങി വരിക. നല്ല രസം അത് കാണാനായിട്ട്. ഇങ്ങനെ ചുരുങ്ങി നമ്മൾ എന്താ പറയുക, ഒരു ഇത്രയുള്ളൊരു വലിപ്പത്തിലേക്ക് ഈ മുഴ വരുന്നത് ഇങ്ങനെ ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത് പ്രകടമായ രീതിയിൽ കർത്താവ് നമ്മുടെ പാപം, ആത്മാവിനെതിരെ ചെയ്യുന്ന പാപം ശരീരത്തിൽ കാണാൻ പറ്റും, വായിച്ചെടുക്കാൻ പറ്റും. ശരീരം നോക്കിയാൽ നമുക്ക് അറിയാം ആളെന്താ, ഏത് തരക്കാരനാണെന്നുള്ളത്. ശരീരത്തെ ഒന്ന് അടിമുടി ഒന്ന് ഒറ്റ നോട്ടം നോക്കിയാൽ അറിയാൻ പറ്റും. അവരോട് ഇങ്ങോട്ടൊന്നും പറയേണ്ടി വരില്ല. പ്രിയപ്പെട്ട ദൈവജനം, ഇങ്ങനെ നമ്മുടെ ശരീരത്തെ വേട്ടയാടുന്ന പാപത്തിൻ്റെ മാലിന്യങ്ങൾ ആത്മാവിൽ നിന്ന് കഴുകിക്കളഞ്ഞാൽ ആരോഗ്യമുള്ള ജീവിതവും നല്ല മരണവും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ആ നല്ല മരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണേ. ആയുസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ആയുസ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു വേണ്ടെന്നല്ല, അപ്പോൾ പറയണം, ആയുസ് മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ നീ എനിക്ക് ആയുസ് തരണം. നിന്നെ മഹത്വപ്പെടുത്താനുള്ള ആയുസ്, അതല്ലാതെ ദൈവത്തെ നിന്ദിക്കാനും പരാതി പറയാനും നിയോഗങ്ങൾ സമർപ്പിക്കാൻ ആയുസ് നീട്ടി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നിയോഗങ്ങളോടുകൂടെ ആയുസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ആയുസ് മുഴുവൻ നിയോഗങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കും. ദൈവത്തെ ആരാധിക്കാൻ ആയുസ് ചോദിക്കുക, ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടാൻ ആയുസ് ചോദിക്കുക. അതിൽ നിനക്ക് ആയുസ് കിട്ടും, സ്വർഗവും കിട്ടും. നിൻ്റെ നിയോഗങ്ങൾ പറയാൻ നിനക്ക് ആയുസ് കിട്ടിയിട്ട് എന്താ ഗുണം? പ്രിയപ്പെട്ടവരെ, ഒരു ഗുണവും ഇല്ല. എൻ്റെ മക്കളുടെ മക്കളെ കാണാനുള്ള ആയുസ് കിട്ടണേ, ഒരു ഗുണവും ഇല്ല. മക്കളുടെ മക്കളെ കണ്ടില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ദൈവത്തിൻ്റെ മുന്നിൽ ആത്മാവ് തമ്പുരാൻ്റെ സന്നിധിയിൽ എത്തിയാൽ പോരെ, അത് മതി. പല അമ്മമാരും വന്നിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. മക്കളുടെ മക്കൾ, അവരുടെ മക്കളും ചെറുമക്കളും കൊച്ചുമക്കളും കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതായത് ആ മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, അത് കാണാൻ വേണ്ടി എന്നെ ഇവിടെ ബാക്കി ഇട്ടേക്കണം. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, ബ്രദറെ ഒരു മാവും തൈ മേടിച്ചിട്ടുണ്ട്, ഒന്ന് നട്ടു തരുമോ? ഞാൻ പറഞ്ഞു, നടാൻ അറിയില്ലേ? അതല്ല ബ്രദർ, ഞാൻ പറഞ്ഞ കുഴി കുത്തി, അവർ എന്നെ കുഴി കുത്തി, ഞാൻ വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു മൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇച്ചിരി ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഈ മാങ്ങ ഇങ്ങനത്തെ മാങ്ങയാണ്, അത് പഴുത്ത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഈ മകൻ അമ്മയ്ക്കിട്ട് ഇങ്ങനെ നോക്കുക, മാവിൻ്റെ തൈ ഇവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ മകൻ അമ്മയ്ക്ക് നോക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താണ് അമ്മനെ നോക്കണേ? ഇപ്പോഴെങ്ങും ചാകാൻ ഉദ്ദേശമില്ല തള്ള നിങ്ങൾക്കെന്ന്. ഇപ്പോഴെങ്ങും ചാകാൻ തള്ളേ നിങ്ങൾക്ക് ഉദ്ദേശമില്ലേന്ന്. ഈ മാവ് വലുതായി, അതിൽ മാങ്ങ ഉണ്ടായി, അത് ചെയ്യാനായിട്ട് അതിൻ്റെ ആ ഒരു കുക്കറി ഷോ നടത്താനുള്ള തയ്യാറെടുപ്പിൽ അമ്മ നിൽക്കുമ്പോൾ മകൻ ചോദിക്കുക, തള്ളേ നിങ്ങൾക്ക് ഇപ്പോഴെങ്ങും ചാകാൻ തയ്യാറല്ലേ നിങ്ങൾ? പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് മാവ് നട്ടോ, മക്കൾ വളർത്തിക്കോളും. ഹല്ലേലൂയ. നട്ടാ മതി, അതിൻ്റെ ഫലം തിന്നാൻ വേണ്ടിയിട്ട് ആയുസ് കൂട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഹല്ലേലൂയ. നട്ടോ, മക്കൾക്ക് ഉപകാരപ്പെടും. ഹല്ലേലൂയ. വീണ്ടും വചനത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു, നീ അവരെ ഭയപ്പെടേണ്ട,
നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചു. അധികാരം നൽകിയത് അധരത്തിലാണ് ജെറമിയായ്ക്ക്. കർത്താവ് കൈനീട്ടി എൻ്റെ കയ്യിലല്ല സ്പർശിച്ചത്. നടപടി 2:1-4 കർത്താവ് സ്പർശിച്ചത് അധരത്തിൽ അഗ്നിനാവുകളായിട്ടാണ്. ഇവിടെയും കർത്താവ് കൈനീട്ടി സ്പർശിച്ചത് അധരത്തിലാണ്. ഈ ഒരു സംഭവം ഇല്ലേ, അതുകൊണ്ട് സ്വർഗവും നരകവും നേടാൻ പറ്റും. അധരം കൊണ്ട്. അധരം അടച്ചു വെച്ചാൽ പാപത്തിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടോ അധികം നമ്മൾ സംസാരിക്കില്ല. കാരണം പേടിക്കും ഓരോ വാക്കും പറയാനായിട്ട്. ഈ വള 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 എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്ന കുറേ എണ്ണമുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മാവിൻ്റെ അവസ്ഥ കെട്ടുകിടക്കുന്നവരായിരിക്കും അതൊക്കെ. ആത്മാവിൻ്റെ അവസ്ഥ കെട്ടുകിടക്കുന്നതാണ്. ഒത്തിരി സംസാരിക്കുന്നവരെ നോക്കിക്കോ, ഒന്നും നടക്കില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. കുറച്ച് സംസാരിച്ചാൽ മതി. അധരത്തിന് ആ ഷട്ടർ ദൈവം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മതി. ഇവിടെ കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു, പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി. 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ കൈയുടെ 5 വിരലുകൾ എടുത്താൽ ഓരോന്നിനും ഓരോ നീളമാണ്, ഓരോന്നിനും ഓരോ വലിപ്പമാണ്, ഓരോന്നിനും ഓരോ ഷേപ്പാണ്. ഇതുപോലെ തന്നെ പ്രവാചക ദൗത്യത്തിനും 5 തലമുണ്ട്. കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുന്നതിനും 5 തലമുണ്ട്. ഈ 5 തലങ്ങൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 5 അവസ്ഥകൾ ദൈവമായ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ 5 അവസ്ഥകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 5 തലങ്ങളിലൂടെ പ്രവർത്തിക്കും. അതിനെക്കുറിച്ചാണ് ഇവിടെ ജെറമിയായോട് ഈശോ പറയുന്നത്. 5 തലങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന 5 തലം. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന 5 തലമുണ്ട്. ഈ 5 തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിനക്ക് നേരിടാനുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഈ 5 അവസ്ഥകളിൽ ഇൻക്ലൂഡഡ് ആണ്. നിനക്ക് നേരിടാനുള്ള ഏത് പ്രതികൂല സാഹചര്യങ്ങളും ഈ 5 അവസ്ഥകൾക്ക് വെളിയിലുള്ളതല്ല, ഈ 5 അവസ്ഥകൾക്ക് ഉള്ളിലുള്ളതാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, അതിനുവേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന കൂടമാണ് ദൈവത്തിൻ്റെ വചനം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ആ വചനം, നിക്ഷേപിക്കപ്പെട്ട വചനം ഏറ്റുപറയാത്തിടത്ത് നാവ് കൊണ്ട് ഒരു ഉപകാരവുമില്ല. നിക്ഷേപിക്കപ്പെട്ട വചനം ഏറ്റുപറയണം. നിക്ഷേപിക്കപ്പെട്ടതാ. എൻ്റെ നാവിൽ ദൈവത്തിൻ്റെ വചനം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലാണ് ഇപ്രകാരം പറയുന്നത്. അതായത് നിക്ഷേപിച്ചിരിക്കുന്നു, പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും. ഞാൻ പറഞ്ഞില്ലേ, പാപത്തിൻ്റെ വേര് പിഴുതെറിയാൻ കർത്താവ് വചനത്തെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറയുന്നുണ്ട്, ഇടിച്ചു തകർക്കാൻ. അതായത് പാപം എന്നിൽ രൂപപ്പെട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഷെൽട്ടർ എൻ്റെ ഉള്ളിൽ പാപം പണിതു വയ്ക്കും. അതായത് ഞാൻ വ്യഭിചാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സ്വയംഭോഗം ചെയ്യാൻ, സ്വവർഗഭോഗം ചെയ്യാൻ. അതായത് വ്യഭിചാരം എന്ന് പറയുന്ന കൽപ്പനയ്ക്ക് കീഴിൽ വരുന്ന പാപം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതിനൊരു കാരണം സാത്താൻ തരും, ആ ഒരു ഷെൽട്ടർ. അതുകൊണ്ട് ഇവിടെ വചനം പഠിപ്പിക്കുന്നു, ആ ഒരു കൂടം കൊണ്ട് നിനക്ക് ഇടിച്ച് തകർക്കാൻ പറ്റും. എക്സ്ക്യൂസസ് ആണതല്ല. ഓരോ തരത്തിൽ ഞാൻ പറയുന്ന എക്സ്ക്യൂസസ് എല്ലാം ഇത്തരത്തിൽ പാപം ചെയ്യാനുള്ള മറയായിട്ട് സാത്താൻ നമുക്ക് തന്നിരിക്കുന്നതാണ്. അതിനെ ഇടിച്ചു തകർക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട്. എന്ത് അധികാരത്തിൽ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അധികാരത്തിൽ അതിനെ ഇടിച്ചു തകർക്കാനും, വീണ്ടും പറയുന്നു, തകിടം മറിക്കാനും പണിത് ഉയർത്താനും. സാത്താൻ്റെ കോട്ടകളെ തകിടം മറിക്കാനും ദൈവരാജ്യം പണിത് ഉയർത്തുവാനും നട്ടു വളർത്താനും. നടുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ എന്ത് നട്ടുവോ അത് മുളയെടുക്കുന്നത് മക്കളുടെ ആയുസ്സിലായിരിക്കും. ഞാൻ എൻ്റെ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ വേര് പാകിയിട്ടുണ്ടെങ്കിൽ മക്കൾ അതിൻ്റെ ഫലം ഭക്ഷിക്കും. ഞാൻ കരുണയുടെ വൃക്ഷം എൻ്റെ വീട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അതിൽ നിന്ന് ഫലം ഭുജിക്കും. ഞാൻ എന്ത് നട്ടിട്ടുണ്ടോ അതിൻ്റെ ഫലം എൻ്റെ മക്കൾ അനുഭവിക്കും. ഞാനിപ്പോൾ മാവ് നട്ടാൽ അവരുടെ ആയുസ്സിൽ അത്
അത് കായ്ച്ച ആ വൃക്ഷത്തെ വെട്ടി ജീവിക്കാനും വെട്ടി കൊടുത്ത് തടി കൊണ്ട് ജീവിക്കാൻ അവർക്ക് പറ്റുന്നത് പോലെ ഞാൻ നട്ട എളിമയുടെ വൃക്ഷം, ഞാൻ നട്ട കരുണയുടെ വൃക്ഷം, ഞാൻ നട്ട വിശുദ്ധിയുടെ വൃക്ഷം എൻ്റെ ഭവനത്തിൽ ഞാൻ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ആ വൃക്ഷത്തിൽ നിന്ന് ഫലം ആസ്വദിച്ച് ജീവിക്കാൻ ദൈവം അവരെ അനുവദിക്കും. അത് എൻ്റെ മരണശേഷം എൻ്റെ ആത്മാവിനുള്ള പ്രാർത്ഥനയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ മക്കൾ ഭുജിക്കുമ്പോൾ നിൻ്റെ ആത്മാവിന് അത് പ്രാർത്ഥനയാണ്. നീ നട്ടുവെച്ചത് വിദ്വേഷവും വെറുപ്പുമാണെങ്കിൽ അത് മക്കൾക്ക് തലമുറ വഴിയുള്ള ശാപവുമാണ്. ഞാൻ നട്ടുവെച്ചത് എളിമയും കരുണയും ഒക്കെ ആണെങ്കിൽ അത് മക്കൾക്ക് അനുഗ്രഹമാണ്. ഞാൻ നട്ടുവെച്ചത് വെറുപ്പും വിദ്വേഷത്തിൻ്റെയും വേരാണെങ്കിൽ എൻ്റെ മക്കൾക്ക് തലമുറയുടെ ശാപം, എൻ്റെ അപ്പൻ്റെ ശാപം എന്ന് പറയുന്ന തലമുറയുടെ ശാപവും മക്കൾക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ മരണശേഷം അതാണ് പ്രാർത്ഥനയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിന് കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇത്ര ആത്മാക്കൾ ഈശോയെ നിനക്ക് വേണ്ടി നേടിത്തന്നു എന്ന് പറയാൻ പറ്റുന്നിടത്ത് അതിൻ്റെ ഫലം നിങ്ങളുടെ മക്കൾ അനുഭവിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പണിത ഭവനത്തിൽ നിൻ്റെ മക്കൾ വസിക്കുന്നത് പോലെ തന്നെ നീ പണിത കൃപയിലും നിൻ്റെ മക്കൾ വസിക്കും. ദൈവത്തിൻ്റെ കൃപ നിനക്ക് പണിയാൻ പറ്റും. ദൈവത്തിൻ്റെ കൂടാരം പണിയാൻ പറ്റും നിൻ്റെ ഭവനത്തിൽ. ദൈവത്തിൻ്റെ കൂടാരം പണിത് വെക്ക്, നിൻ്റെ മക്കൾ അതിൽ സ്വസ്ഥമായിട്ട് വസിക്കട്ടെ. നീ ഒരു ഭവനം വെച്ചാൽ ഒരു ഭൂകമ്പത്തിൽ അത് തകർന്നു പോകാനേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ വചനം നിൻ്റെ വീട്ടിൽ നീ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റിലും പേമാരിയിലും നിൻ്റെ ഭവനം ആടി ഉലയാൻ ദൈവം സമ്മതിക്കില്ല. അതിൽ വസിക്കുന്ന നിൻ്റെ മക്കൾ എന്നും പ്രാർത്ഥനയുടെ കുടക്കീഴിലായിരിക്കും അവർ ആ ഭവനത്തിൽ വസിക്കുന്നത്. മക്കൾക്ക് കാറും ജീപ്പും ലോറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടാലും അവർ നിങ്ങളെ തള്ളിപ്പറയും. ദൈവത്തെ കൊടുത്തിട്ടുണ്ടോ ആ മക്കൾ നിങ്ങളുടെ അവസാന നാളുകളിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ആ മക്കൾ മാറും. പ്രിയപ്പെട്ടവർ, ഈശോയെ കൊടുക്കുക, ബാക്കി ഒന്നും കൊടുക്കണം. ബാക്കിയുള്ളത് അവർ അധ്വാനിച്ചുണ്ടാക്കട്ടെ. അവരുടെ സമ്പത്തൊന്നും നിങ്ങൾ മേടിച്ച് ഉണ്ടാക്കി കൊടുക്കരുത്. നിങ്ങളുടെ മക്കൾക്കുള്ളത് മക്കളോട് അധ്വാനിച്ചുണ്ടാക്കാൻ പറയാം. നിങ്ങൾക്കുള്ളത് നിങ്ങൾ അധ്വാനിക്കുക, ബാക്കി നിങ്ങൾ ആത്മാവിന് വേണ്ടി അധ്വാനിക്കുക. മക്കൾക്ക് വേണ്ടി ഒത്തിരി ഒന്നും സമ്പാദിച്ചിടരുത്, മണ്ടത്തരമോ. മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചിടേണ്ടത് പുണ്യപ്രവൃത്തികളും ആത്മാക്കളെയും സമ്പാദിച്ച് മക്കൾക്ക് കൊടുക്കുക. അവരതിൻ്റെ വിഹിതം പറ്റി ജീവിക്കുമ്പോൾ അവരുടെ കാലശേഷം അവരുടെ ആത്മാവ് സ്വർഗപ്രാപ്തിയിലെത്തും. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കണ്ട, അവരധ്വാനിച്ചോളും. നിങ്ങൾക്ക് ആര് തന്നിട്ടാണ് നിങ്ങളിതൊക്കെ ഉണ്ടാക്കിയത്? നിങ്ങൾ അധ്വാനിച്ചല്ലേ നിങ്ങളതെല്ലാം ഉണ്ടാക്കിയത്. അതുപോലെ നിങ്ങളുടെ മക്കളും അവർക്കുള്ളത് അധ്വാനിച്ചുണ്ടാക്കട്ടെ. അവിടെയുണ്ടൊരു വ്യക്തിത്വം, അവിടെ അവർക്ക് പറയാൻ പറ്റും, ഞാനാണ് ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ അധ്വാനിച്ചതെന്ന്. നിങ്ങൾ അധ്വാനിച്ച് മക്കൾക്ക് കൊടുക്കുമ്പോൾ മക്കൾക്ക് നന്ദി ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. കാരണം നിങ്ങൾ അധ്വാനിച്ച് കൊടുത്ത് ഭൗമികതയിലുള്ളതാണ്, ആത്മീയതയിലുള്ളതല്ല. അതുകൊണ്ട് ആത്മീയതയിലുള്ളത് അധ്വാനിച്ചു കൊടുത്താൽ നിൻ്റെ മരണശേഷം ആത്മാവിന് പ്രാർത്ഥനയായിട്ട് ദൈവം അത് തിരിച്ച് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണടച്ചേ. ഇന്നേ ദിവസം നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചേ. കർത്താവേ, ഇത് വിതച്ചത് മുതൽ വിളമ്പി എൻ്റെ മുന്നിൽ എത്തിച്ചതുവരെയുള്ളവരെ നീ അനുഗ്രഹിക്കണമേ. ഈ ഭക്ഷണം ഞങ്ങളിൽ ദൈവസ്നേഹമായിട്ട് നിറയട്ടെ, രോഗസൗഖ്യമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളിരുന്ന് കഴിക്കുന്ന ഈ ആലയത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇത് ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങളിലുള്ള തിന്മയുടെ കെട്ടുകൾ വിട്ടുമാറാനും മാരകമാറാ രോഗങ്ങൾ വിട്ടുമാറാനുമുള്ള ദിവ്യ ഔഷധമായിട്ട് ഈ ഭക്ഷണത്തെ അവിടെ നിന്ന് മാറ്റണമേ. എല്ലാ അന്ധകാര ശക്തികളും ഈ ഭക്ഷണം കഴിക്കുന്നത് വഴി ഞങ്ങളെ വിട്ടുമാറട്ടെ. പൈശാചിക പീഡങ്ങൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. ദൈവസ്നേഹത്തിൻ്റെ സമൃദ്ധി അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇടയാകട്ടെ. നന്ദിയോടെ കർത്താവെ, ഞങ്ങളിത് കഴിക്കുമ്പോൾ ദൈവസ്നേഹമായിട്ട് നിറയുവാനും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള പ്രാർത്ഥനയായിട്ട് അത് മാറുവാനും ദൈവമേ ഇടവരുത്തി അരുളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,